നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ പ്രമുഖരുടെ മുഖം മൂടികൾ അഴിഞ്ഞു വീഴുന്നു. അമ്മ എന്ന സംഘടനയുടെ തണലിൽ എന്തും ചെയ്യാമെന്ന് കരുതിയ മുകേഷ്, ബാബുരാജ്, ഇടവേള ബാബു, ജയസൂര്യ, മണിയൻ പിള്ള രാജു എന്നിവർക്കെതിരെയും ഇവർ കാരണം സിനിമ നിർത്തിപ്പോകേണ്ടി വന്ന നടിമാരുടെ തുറന്നുപറച്ചിൽ. മുകേഷിനെതിരെ ഒന്നിലേറെ പേരാണ് ആരോപണം ഉന്നയിക്കുന്നത്. അത് നിസ്സാരമായി കാണാൻ സർക്കാരിനും CPM-നും കഴിയുന്നതെങ്ങനെ? പരാതി നൽകിയാൽ മാത്രം അന്വേഷണം എന്നതിൽ നിന്ന് മൊഴികൾ പരിശോധിക്കാൻ പോലീസ് സംഘത്തെ വെച്ചെങ്കിലും അതിന് പിന്നിലും കള്ളക്കളിയോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്തുള്ള കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചാൽ സത്യം പുറത്തു വരുന്നതെങ്ങനെ? മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന പവർ ഗ്രൂപ്പിനെതിരെ നടിമാരുടെ തുറന്നു പറച്ചിലിൽ ആടിയുലയുന്ന അമ്മ സംഘടനാ യോഗം പോലും കൂടാനാകാതെ പകച്ചു നിൽക്കുന്നു. അമ്മയ്ക്ക് തെറ്റുപറ്റിയെന്ന് പൃഥ്വിരാജ് തുറന്നു പറയുമ്പോൾ ആരോപണ വിധേയരെല്ലാം മാറി നിന്ന് അന്വേഷണം നേരിടേണ്ടതല്ലേ? ഒരു സമയത്ത് വിലക്കിനും ഒറ്റപ്പെടുത്തലിനും സമ്മതം മൂളിയ താരരാജാക്കന്മാർ മാളത്തിൽ ഒളിച്ചോ? പരാതി എവിടെയെന്ന് വെല്ലുവിളിച്ച സർക്കാരിനും പ്രമുഖർക്കും തിരിച്ചടി നൽകി ബംഗാളി നടി ശ്രീലേഖ മിത്ര പോലീസിൽ പരാതി നൽകിയതോടെ സിനിമയിലെ വെളിപ്പെടുത്തൽ പുതിയൊരു തലത്തിലേക്ക് നീളുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. മലയാള സിനിമയിലെ വേട്ടക്കാർ അകത്താകുമോ? പ്രൈം ഡിബേറ്റിൽ സിനിമാ താരം മിനു മുനീർ, കോൺഗ്രസ് നേതാവ് ശ്രീമതി വീണ എസ് നായർ, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ, CPM സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി ശ്രീ സജി നന്ദ്യാട്ട് എന്നിവരാണ് ചേരുന്നത്. ആദ്യം മിനു മുനീറിലേക്ക് പോവുകയാണ്. മിനുവിൻ്റെ ഒരു തുറന്നു പറച്ചിലുണ്ട്. അതിന്ന് മലയാള സിനിമാ ലോകത്തെ പല മുഖം മൂടികളും അഴിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ ചില സിനിമകളുടെ കാര്യം താങ്കൾ പറഞ്ഞിരുന്നു. അതിൽ താങ്കൾ ആദ്യം അഭിനയിച്ച സിനിമയുടെ ഇത് ദേ ഇങ്ങോട്ട് നോക്കി ആ സിനിമയുടെ സെറ്റിൽ വെച്ചുണ്ടായ ഒരു ദുരനുഭവമാണല്ലോ താങ്കൾ ആദ്യം പറഞ്ഞത്. അത് ഈ പിന്നീട് വളർന്ന് ഈ അമ്മയിൽ അംഗത്വം താങ്കൾക്ക് നിഷേധിക്കുന്നതിൽ വരെ കാര്യങ്ങൾ ചെന്നെത്തിച്ചു. എന്തായിരുന്നു ഈ ദേ ഇങ്ങോട്ട് നോക്കിയ സിനിമയിലുണ്ടായ പ്രശ്നം? ദേ ഇങ്ങോട്ട് നോക്കിയ എന്ന എൻ്റെ ലൊക്കേഷന് ട്രിവാൻഡ്രത്തെ സെക്രട്ടേറിയറ്റ് ആയിരുന്നു. അപ്പം എല്ലാവരും അവിടെ ഷൂട്ടിങ്ങിന്റെ തിരക്കിലായിരുന്നു, ഗ്രൗണ്ടിലായിരുന്നു എല്ലാവരും അവിടെ ഇരുന്നുകൊണ്ടിരുന്നത്. അപ്പം ഇതിനിടയ്ക്ക് ഞാൻ ബാത്റൂമിൽ പോകാൻ വേണ്ടി സെക്രട്ടേറിയറ്റിന്റെ ബാത്റൂമിൽ തന്നെ അവിടുത്തെ വാഷ്റൂമിൽ പോയിട്ട് തിരിച്ച് അവിടെ ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് അവിടെ ഞാൻ പോയപ്പോൾ ആരും ഇല്ലായിരുന്നു, ഒരു മനുഷ്യർ പോലും അവിടെ ഇല്ലായിരുന്നു. തിരിച്ചിറങ്ങിയപ്പോൾ പെട്ടെന്ന് പുറകിൽ നിന്ന് ആരോണ്ട് കയറി ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ പേടിച്ചു പോകത്തില്ലേ? പെട്ടെന്ന് പേടിച്ച് ഇങ്ങനെ തുടങ്ങുമ്പോൾ അത് ജയസൂര്യായിരുന്നു. പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു നടൻ, ഒരു പ്രമുഖ നടൻ. എന്നിട്ട് ഞാൻ ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഉടനെ അമർത്തി നമ്മളെ ചുംബിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ തള്ളിയിട്ടിട്ട് ഞാൻ ഓടി താഴെ ചെന്നു. താഴെ ചെന്നിട്ട് ഇത് എങ്ങനെ പെട്ടെന്ന് എന്റെ നാവ് ഇറങ്ങിപ്പോയോ അതുപോലെ ആയിപ്പോയി. കാരണം അത് പെട്ടെന്നൊരു ഷോക്ക് തന്നെ ആയിപ്പോയായിരുന്നു. താഴെ പോയിട്ട് ജഗതി ചേട്ടനോട് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് ഞാൻ മനസ്സും കൊണ്ട് ആഗ്രഹിച്ചു. അവിടെ പോയിട്ട് ഞാൻ കസേര വലിച്ചിരുന്നപ്പോൾ പുള്ളിക്കാരൻ എന്റെ പുറകെ തന്നെ ഓടിയെത്തിയിട്ട് പറഞ്ഞു, മിനു എനിക്കൊരു കാര്യം പറയാനുണ്ട്, യെസ് ഓർ എന്ന് മാത്രം റിപ്ലൈ തന്നാൽ മതി. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ പറഞ്ഞു, എനിക്ക് ട്രിവാൻഡ്രത്ത് എനിക്കൊരു ഫ്ലാറ്റ് ഉണ്ട്, മിനുവിന് താല്പര്യമാണെങ്കിൽ നമുക്ക് ആ ഫ്ലാറ്റിൽ വെച്ച് കാണാം, പിന്നെ മിനുവിന് ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നോ. അപ്പൊ അതോടെ തീർന്നു. ഇതേ രീതിയിൽ തന്നെയായിരുന്നു മുകേഷിന്റെ കലണ്ടർ എന്ന സിനിമയിൽ താങ്കൾ അഭിനയിക്കുമ്പോഴാണല്ലോ മുകേഷിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായത്. കലണ്ടർ സിനിമയുടെ നിർമ്മാതാവ് ഇവിടെ ഇരിപ്പുണ്ട്, സജി നന്ദ്യാട്ടുണ്ട്, ഫിലിം ചേംബറിന്റെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. ഇപ്പോൾ ഈ മുകേഷ് അവസാനം താങ്കൾക്ക് ഈ അമ്മയിൽ അംഗത്വം നിഷേധിക്കുന്ന രീതിയിലേക്ക് താങ്കളോട് തുറന്നു പറഞ്ഞുവല്ലോ, ഞാനുള്ളപ്പോൾ താങ്കൾക്ക് അംഗത്വം കിട്ടില്ല അമ്മയിൽ നിന്ന്. അതായത് ഒരു 6 സിനിമയിൽ അഭിനയിച്ച പരിചയവുമായി താങ്കൾ അമ്മയിൽ അംഗത്വം എടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു. 3 സിനിമയിൽ അഭിനയിച്ചാൽ മതിയായിരുന്നു അംഗത്വം കിട്ടുന്നതിനുള്ള അതിൻ്റെ പ്രാഥമിക മാനദണ്ഡം. എന്താണ് മുകേഷ് താങ്കളുമായിട്ട് ഇങ്ങനെ ഒരു ശത്രുത വെച്ച് പുലർത്താൻ കാരണമായത്? അയ്യോ, ശത്രുതയൊന്നുമില്ല. പുള്ളിക്കാരൻ ഹീസ് സോ അഡമന്റ്. ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആള് വേണം, എനിക്ക് അവള് വശംവദയാവണം, അങ്ങനെ ഒരു അഡമന്റ് നല്ലതല്ലോ. അപ്പം പുള്ളിക്കാരൻ എന്നോടൊരു ഇൻട്രസ്റ്റ് തോന്നി, എനിക്ക് മിനുവിനെ കാണണം. അതെന്താന്ന് എനിക്കറിയത്തില്ല. പുള്ളി ചെന്നൈയിൽ വന്നപ്പോഴൊക്കെ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കാക്കനാട് ഒരു കാക്കനാടോ വൈറ്റിലയിലോ എവിടെ കണ്ട് ഒരു വില്ലയുണ്ട്, മിനു അവിടെ വരണം, അങ്ങനെയൊക്കെ ഒരു ഒരു ഡോമിനേറ്റിംഗ് ക്യാരക്ടറായിരുന്നു മുകേഷ് ചേട്ടന്. ഐ വാണ്ട് യു,
ഐ വാണ്ട് യു അങ്ങനെയുള്ള അത് ശരിയല്ലല്ലോ. അപ്പോൾ അങ്ങനെ അതിന് ഞാൻ റെഡി ആകാതിരുന്നപ്പോൾ എന്നോട് കൂടുതൽ ശത്രുത പുള്ളിക്കാരനാണ് ഉണ്ടായത്. ഐ എം റെഡി ടു വർക്ക് ആസ് എൻ ആർട്ടിസ്റ്റ്. പക്ഷേ ഈ ബെഡ് ഷെയറിംഗ് ഒന്നും അത് എനിക്കെന്നല്ല ഒരു നടികൾക്കും ഒരു സ്ത്രീകൾക്കും സാധിക്കുന്നതല്ല. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും വരേണ്ട ഒരു സംഭവമാണ്. അല്ലാതെ ഒരു ക്യാരക്ടറിന് വേണ്ടിയോ അല്ലാണ്ട് ഇദ്ദേഹം ഒരു പ്രമുഖ ആർട്ടിസ്റ്റാണ് അതുകൊണ്ട് കിടക്കണം എന്ന് നമ്മൾ കിടന്നേ പറ്റുള്ളൂ, അതൊക്കെ ഒരു തെറ്റായ ധാരണയാണ്. അപ്പോൾ ഇത് ഈ അംഗത്വം തരില്ല എന്ന് അദ്ദേഹം പറഞ്ഞോ? എന്താണ് സംഭവിച്ചത്? അത് മാത്രമല്ല ആ സമയത്ത് തന്നെ ഇടവേള ബാബു അദ്ദേഹം അമ്മയിലെ പ്രബലനായിരുന്നുവല്ലോ. അപ്പോൾ ഇടവേള ബാബു പക്ഷേ താങ്കളെ അമ്മയിൽ ചേർക്കാം എന്ന വാഗ്ദാനമല്ലേ നൽകിയത്? അമ്മയിൽ ചേർക്കാം എന്നല്ല, ഇങ്ങോട്ട് വരൂ, ഫോം തരാമെന്ന് പറഞ്ഞു, ഫോം ഫില്ല് ചെയ്യണം, സിഗ്നേച്ചർ കിട്ടണം പറഞ്ഞു. അതായത് അവിടെയും ഞാൻ തരാം, പക്ഷേ യു ഹാവ് ടു ഷെയർ ബെഡ് ടു ഹിം ആൾസോ, വിത്ത് ഹിം ആൾസോ. അങ്ങനെ ഒരു അപ്രോച്ചാണ് എനിക്ക് അവിടെ സംഭവിച്ചത്. അവിടെ വന്നപ്പോൾ മാന്യമായിട്ട് ഞാൻ അവിടെ ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്നെ കയറി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഐ എം എ സിംഗിൾ, ഐ എം എ ബാച്ചിലർ, എന്തുകൊണ്ട് വൈ കാണ്ട് യു കോപ്പറേറ്റ് വിത്ത് മീ എന്നൊന്നും ഒരു റിക്വസ്റ്റിന്റെ ആവശ്യം അവിടെ ഇല്ലല്ലോ. അപ്പൊ അവിടെയും അവരെല്ലാം പോട്ടെ, മിനു എൻ്റെ അടുത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, ഞാനതൊക്കെ റെഡിയാക്കി തരാം എന്നുള്ളൊരു അപ്രോച്ചായിരുന്നു പുള്ളിക്കാരൻ്റെ സൈഡിൽ നിന്നും. അതുകൊണ്ടാണ് ഞാൻ ആ ഫോം അവിടെ ഇട്ടിട്ട് ഓടിപ്പോയത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുകേഷ് പറഞ്ഞിരുന്നു തനിക്കെതിരെയുള്ള ആരോപണങ്ങളൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ്. ഇപ്പോൾ ഈ ടെസ് ജോസഫ് എക്സിൽ ഒരു പോസ്റ്റ് ചെയ്തിരുന്നുവല്ലോ, ഈ കോടീശ്വരന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ. ആ ഒരു സംഭവം വന്നപ്പോൾ മുകേഷ് പറഞ്ഞത് രാഷ്ട്രീയ പ്രേരിതമാണ് തനിക്കെതിരെയുള്ള ആരോപണങ്ങളെന്ന്. അങ്ങനെ പറഞ്ഞതാണോ താങ്കൾക്ക് ഇങ്ങനെ ചില വെളിപ്പെടുത്തലുകൾ നടത്തണം, ഇപ്പോൾ അത് പറയണം എന്ന തോന്നലുണ്ടാകാൻ കാരണം? ആ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ മുഖംമൂടി എടുത്തേ പറ്റത്തുള്ളൂ. ഇതെന്താ, ഹീസ് ആക്ടിങ് ടു സ്മാർട്ട്, ഇത്രയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എന്റെ മാത്രമല്ല, എത്രയോ പെണ്ണുങ്ങളുടെ എക്സാമ്പിൾ, അദ്ദേഹത്തിന്റെ ഭാര്യ സരിത, രണ്ടാമത്തെ വൈഫ് ദേവിക, ഇവരെല്ലാവരെയും ക്രൂശിച്ചതും പോരാ, സാധാരണ പെണ്ണുങ്ങളെയും ക്രൂശിച്ചതും പോരാ. എന്നിട്ടിപ്പോ ഇത് ഓപ്പോസിറ്റ് പാർട്ടിയുടെ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പൊ തന്നെ ഡിസൈഡ് ചെയ്തു, നോ, ഐ വിൽ ബ്രിങ് ദ ട്രൂത്ത്. അങ്ങനെയാണ് ഞാൻ ഇന്നലെ രാത്രി 1 മണിക്ക് ഞാൻ പെട്ടെന്ന് എടുത്തൊരു ഡിസിഷൻ ആയിരുന്നു. ഞാൻ പെട്ടെന്ന് അതെല്ലാം അങ്ങോട്ട് പോസ്റ്റ് ചെയ്തു. ശരി, പരാതി നൽകുവാൻ താങ്കൾ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇതിപ്പോൾ പോലീസിൽ പരാതി നൽകിയാൽ സ്വാഭാവികമായിട്ടും അത് കേസും നിയമ നടപടികളിലേക്കും പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് നിയമ നടപടി എടുത്തില്ലെങ്കിൽ നമ്മുടെ കേരളം എങ്ങോട്ടാ പോക്ക്? ഈ കേരളത്തിൽ നമ്മുടെ കേരളം ഒരു നല്ല രീതിയിൽ, ഞാൻ പറയുന്നത് പെണ്ണുങ്ങൾ സ്ത്രീകൾക്ക് നിയമത്തിന്റെ സൈഡിൽ നിന്നും എല്ലാ സേഫ്റ്റിയും സംരക്ഷണം ഉണ്ടെങ്കിൽ തന്നെയും അവർക്ക് സേഫ്റ്റി ഇല്ല എന്ന് പറയുന്നതായിരിക്കും ഏറ്റത്. അപ്പോൾ എവിടെയാണെങ്കിലും സ്ത്രീകൾക്ക് അവരുടേതായ സ്വാതന്ത്ര്യമാണ് ജോലി സ്ഥലത്ത്. ഏത് ജോലി സ്ഥലമായിക്കോട്ടെ, ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, സ്കൂൾ ആയിക്കോട്ടെ, ഒരു ഓഫീസ് ആയിക്കോട്ടെ, സിനിമ ഫീൽഡ് മാത്രമല്ല. അപ്പം ഇങ്ങനെയുള്ള സെലിബ്രിറ്റികളിൽ നിന്നും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവര് വാട്ട് എവർ ഇറ്റ് ഈസ്, സെലിബ്രിറ്റി ആണെങ്കിലും ഒരു പാവപ്പെട്ടവനായാലും മുതലാളിയാണെങ്കിലും ക്രൈം എപ്പോഴും ക്രൈം തന്നെയാണ്. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരു പ്രൊമിനന്റ് ആക്ടർ ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഈ കേസിനെ കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. കാരണം ഇതിന്റെ മെന്റൽ അഗ്നി, മെന്റൽ ടോർച്ചർ, എത്രത്തോളം സ്ട്രഗിൾ അനുഭവിച്ചു അത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. കാരണം ഐ എം സ്റ്റിൽ വീപ്പിംഗ് ഇൻസൈഡ്. എനിക്ക് ആരടുത്തും ഷെയർ ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. നിങ്ങൾക്കറിയോ, അത്രത്തോളം വിഷമം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഞാൻ എന്റെ ജന്മനാടും വിട്ട്, ഇവരുടെ ഈ വൃത്തികെട്ട സ്വഭാവം കാരണം ഞാൻ ഈ നാട് വിട്ട് തന്നെ ഞാൻ ചെന്നൈക്ക് പോയത്. പക്ഷേ ദൈവത്തിന്റെ കാരണം കൊണ്ട് എനിക്ക് അവിടെ ചെന്നപ്പോൾ നല്ല നല്ല റോളുകൾ കിട്ടി, ചെന്നൈയിൽ ചെന്നപ്പോൾ. അത് ഒരു കാര്യം. പക്ഷേ എന്നെ പോലെ എത്ര സ്ത്രീകളെ, ഞാനൊരു മച്ചുവേർഡ് ലേഡിയാണ്, എന്റെ അടുത്ത് ഇവരിങ്ങനെ ബിഹേവ് ചെയ്തെങ്കിൽ കൊച്ചുകുട്ടികളൊക്കെ ഇവർ വെറുതെ വിട്ടു കാണുമോ? ആ കൊച്ചുകുട്ടികൾ ആരോട് വന്ന് പറയും? ആരോടും പറഞ്ഞ് വീട്ടിൽ പോയി പറയാൻ പറ്റുമോ? പിന്നെ അവരെ സിനിമയിൽ വിടത്തില്ല. ഇവരാരോട് പറയും? ഇനി ആരോടും പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി എവിടെയും കംപ്ലൈന്റ് കൊടുത്താൽ ഇവർക്കൊരു നല്ലൊരു ഭാവി കിട്ടുമോ? ഇവർക്ക് കല്യാണം കഴിക്കേണ്ടതല്ലേ? ഇവർക്ക് നല്ലൊരു മാരേജ് പ്രപ്പോസൽ കിട്ടുമോ? അതുകൊണ്ട് തന്നെ എന്നെ പോലെ തന്നെ ഞാൻ ഈ 13 വർഷം എന്റെ നെഞ്ചിൽ വെച്ച് ഒളിച്ചു വെച്ചിരുന്ന ഒരു സങ്കടം, അതുപോലെ എത്ര പെൺകുട്ടികൾ ഈ ഉള്ളിൽ വെച്ച് നടക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഒരു കാര്യം കൂടി, ഇപ്പോൾ ഇന്നസെന്റ് ആയിരുന്നല്ലോ അന്ന് അമ്മയുടെ പ്രസിഡന്റ്, ഇന്നസെന്റിനോട് താങ്കൾ ഈ പരാതി പറഞ്ഞു എന്നാണല്ലോ. അപ്പോൾ പക്ഷേ അദ്ദേഹം ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ സമീപിക്കാൻ പറഞ്ഞു ഇല്ലേ? പറഞ്ഞു. അപ്പോൾ അവിടെ അതോർത്തപ്പോൾ താങ്കൾക്ക് പോകാൻ തോന്നിയില്ല എന്നാണോ? ഇതേ ആളുകൾ തന്നെയാണ് അവിടെ ഉള്ളത്.
അല്ല, ആക്ച്വലി ഞാൻ ഫിലിം ഫീൽഡിൽ അന്ന് 2008-2009 ഞാൻ പുതിയതാണല്ലോ, എനിക്കൊന്നും അറിയത്തില്ല. അമ്മേനെ കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. അന്നേരം ഇദ്ദേഹത്തിന് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. അന്നേരം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറയാണ്, മിനുവിനെ ഇവിടെയുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സിന് മിനുവിനെ അറിയില്ല, അതുകൊണ്ട് മിനു 6 സിനിമയല്ല 2-3 സിനിമയും കൂടെ ചെയ്തിട്ട് പോവാ, അപ്പോൾ ഞങ്ങൾ മെമ്പർഷിപ്പ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചേ ഇതാരൊക്കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്? ഞാൻ ചോദിച്ചാൽ ആരാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്? അന്നേരമല്ലേ അറിയണേ, ജയസൂര്യ, മണിയമ്പിള്ള രാജു ചേട്ടൻ, മുകേഷ് ചേട്ടൻ, പിന്നെ ആരാ, ഇടവേള ബാബു. ഇവര് തന്നെയാണ് എന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്. പിന്നെ എനിക്ക് കിട്ടുമോ? അവർ തന്നെയാണ്. ആ ഒരു ധൈര്യത്തിന്റെ ഇതിലാണ് അവർ അത്രയും ഫ്രീ ആയിട്ട്, അത്രയും ബ്രേവ് ആയിട്ട് അവർ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ മിസ്ബിഹേവ് ചെയ്തത്. അപ്പൊ എനിക്ക് നന്നായിട്ട് മനസ്സിലായി എനിക്ക് ഇനി ജന്മം കാരണം ഇവർ കുറെ നാളായിട്ട് ഇവർ തന്നെയാണ് മലയാളം ഇൻഡസ്ട്രി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരാർക്കും ഒരു ചാൻസ് കിട്ടില്ല. നമ്മളെല്ലാം വിറ്റ്നസ് ആണ്. ഇപ്പൊ തിലകൻ ചേട്ടന്റെ ആയാലും ആരും തിലകൻ ചേട്ടനെ ശ്രദ്ധിക്കാനോ കേൾക്കാനോ ആരും തയ്യാറായില്ല. ഇപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ നമ്മുടെ ഇവിടെ എത്ര നല്ല കഴിവുള്ളൊരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ടോവിനോ, ഇവർക്കൊക്കെ എന്തുകൊണ്ട് അമ്മയിലോട്ട് വന്നുകൂടാ, ഈ സ്ഥാനം ഏറ്റെടുത്തുകൂടാ? അവരൊക്കെ വരണം. പാർവതി, ഇവരെല്ലാം അമ്മയിലെ ജെൻസ് മാത്രമല്ല, രണ്ടുപേരും വേണം, ആണുങ്ങളും പെണ്ണുങ്ങളും. ശരി, അങ്ങനെ ഒരു ആവശ്യം ഇപ്പോൾ വന്നിട്ടുണ്ട്, പല സ്ഥലത്തു നിന്നും വന്നിട്ടുമുണ്ട്. മാത്രമല്ല പൃഥ്വിരാജ് ഇന്ന് ശക്തമായിട്ട് തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുമുണ്ട്. ഒരു കാര്യം കൂടി മിനു, ഇപ്പോൾ ഈ മണിയമ്പിള്ള രാജു ഇന്ന് പറഞ്ഞത് അവസരങ്ങൾ കിട്ടാൻ വേണ്ടിയും പണം തട്ടുന്നതിന് വേണ്ടിയും ഇനിയും ഇങ്ങനെയുള്ള വെളിപ്പെടുത്തലുകൾ വരും. ഇതാണ് മണിയമ്പിള്ള രാജുവിന്റെ ഇന്നത്തെ ഒരു വിശദീകരണം. എങ്ങനെ കാണുന്നു താങ്കൾ അതിനെ? അതിൽ യാതൊരു പ്രസക്തിയില്ല. അവസരങ്ങൾ കിട്ടാൻ ഞങ്ങൾക്ക് മണിയമ്പല രാജു ചേട്ടനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനോ ഇതുപോലെ ഇങ്ങനെ തോന്നിവാസം പറയേണ്ട ഒന്നും ഒരു ആവശ്യം ഞങ്ങൾക്കില്ല. എന്തോരം ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾ ബെഡ് ഷെയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ എത്രയോ ആൾക്കാർ ഫിലിമിൽ വിളിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നു. ഞങ്ങൾ ഇപ്പൊ ഒരു പെണ്ണുങ്ങൾക്കും ബെഡ് ഷെയർ ചെയ്ത് ഒരു ക്യാരക്ടർ ആർക്കും വേണ്ട. പിന്നെ ഇദ്ദേഹം ഈ പറയുന്നതിൽ ഒരു പ്രസക്തിയില്ല. കാരണം ഇദ്ദേഹത്തിന്റെയൊക്കെ ആ സമയം കഴിഞ്ഞു. നൗ ഹീസ് ഓൾമോസ്റ്റ് ഔട്ട് ഓഫ് ഇൻഡസ്ട്രിയാണ്. അപ്പം അങ്ങനെ ഒരു എന്തോരം ഞാൻ ചോദിക്കട്ടെ, ഈ ഫിലിം ഫീൽഡിൽ എത്രയോ ആണുങ്ങളുണ്ട്, എത്രയോ ചെറുപ്പക്കാരുണ്ട്, എത്രയോ പേരുണ്ട്. ഞങ്ങൾ എന്തുകൊണ്ടാണ് അവരുടെ പേരൊന്നും പറയാത്തത്? എന്തുകൊണ്ട് മണിയമ്പിള്ള രാജേട്ടന്റെ മാത്രം പേര് പറയുന്നത്? നോട്ട് ദ പോയിന്റ് ആണ്, അത് മനസ്സിലാക്കണം. എന്തോരം പേരുണ്ട്. ഞങ്ങൾക്ക് ഒരു പ്രാവശ്യമാണ് ക്ഷമിക്കാം. ഇത് ആദ്യമേ കലണ്ടർ മൂവിയിൽ എന്നെ കുറെ മെന്റൽ ടോർച്ചർ ചെയ്തു. പിന്നെ ഡാത്തടി എന്ന മൂവിയിലും അത് ഭയങ്കര ഇതായിരുന്നു. ഞാൻ ഇന്ന് വരും, ഡോർ തുറന്നിടണം, എത്ര അവകാശത്തോടെ ഇത് ഭാര്യയോട് പോലും ഇത്രയും വലിയ അവകാശത്തോടെ പറയൂ. അതുപോലെ അങ്ങനെ ഞാൻ വരും, തുറന്നിടണം, അത്രയും ഒക്കെ വല്ല ഒരു ആധികാരികമൊക്കെ എടുക്കുന്നത് അത് പുള്ളിക്കാരൻ്റെ ഒരു ഫൂളിഷ്നെസ്. അതിൽ ഒരു പ്രസക്തിയില്ല. നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഈ 2 പേരിൽ നിന്നും ഒന്നിലേറെ സെറ്റുകളിൽ മോശം അനുഭവം ഉണ്ടായി. കലണ്ടറും ഡാത്തടിയായും 2 സിനിമയിൽ നിന്ന് ഉണ്ടായി. മുകേഷിൽ നിന്ന് ഏതൊക്കെ സിനിമ? കലണ്ടറിലും എന്നോട് വളരെ മോശമായിട്ട് തന്നെ അബ്യൂസ് ചെയ്തു പോയി. അല്ല, മുകേഷ് ഏത് സെറ്റിലായിരുന്നു? മുകേഷ് കലണ്ടറിന്റെ സെറ്റിലുണ്ടായിരുന്നു. നാടകമേ ഉലകം എന്ന സെറ്റിലും പുള്ളിക്കാരുണ്ടായിരുന്നു. നാടകമേ ഉലകം അവിടെ വെച്ചാണ് ഞാൻ ഫിസിക്കലി അബ്യൂസ് ചെയ്യപ്പെട്ടത്. ശരി, സജി നന്ദ്യാട്ട്, കലണ്ടർ സിനിമയുടെ നിർമ്മാതാവ് താങ്കളാണല്ലോ. ഈ താങ്കളുടെ സിനിമയുടെ ഒരു സെറ്റിൽ വെച്ചാണ് ഇങ്ങനെ മിനു കുര്യന് മോശം അനുഭവം ഉണ്ടായത്. അല്ല, ഞാൻ ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ ഫിലിം ചേംബർ എന്നുള്ള ഒരു ടൈറ്റിൽ മാറ്റണം. ഞാൻ വ്യക്തിപരമായിട്ടാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. നേരത്തെ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത്. അതെ, മിനു കലണ്ടർ സിനിമയിൽ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞാണ് എനിക്ക് പരിചയം. കാരണം ഞാൻ കാസ്റ്റ് ചെയ്ത ആളല്ല മിനു. കാരണം എനിക്ക് തോന്നുന്നത് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ വന്ന് മിനു മണിയമ്പിള്ള രാജുവിൻ്റെ ഒരു പള്ളിയിലച്ഛൻ്റെ ഭാര്യ കൊച്ചമ്മ എന്ന് പറയുന്ന അച്ഛന്മാരുടെ ഭാര്യമാരെ അങ്ങനെ വിളിക്കുക. നന്നായിട്ട് അഭിനയിച്ചു. പിന്നീട് മിനുവായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പുണ്ട്. ഞങ്ങളുടെ സിനിമയെ ബന്ധപ്പെട്ട് പ്രൊമോഷൻ ട്രിവാൻഡ്രത്ത് വന്നു. അങ്ങനെ മിനുവിൻ്റെ പല പേഴ്സണൽ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. മിനു നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞ ഒരാളാണ്. ഡാൻസ് അറിയാം, പാട്ടറിയാം, നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ പഠിച്ചു വന്ന ആളാണ്. സിനിമയുടെ വിഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്കറിയാം. അതിനകത്തൊന്നും അറിയാതെ വന്ന ഒരാളാണ്. പക്ഷേ പരാതികളൊന്നും ആ സമയത്ത് പറഞ്ഞിരുന്നില്ല. പിന്നീട് അത് അന്ന് നമ്മൾ കൂടുതൽ അടുത്തിട്ടില്ലായിരുന്നു. പിന്നീട് എന്നോട് മിനു ചില സൂചന തന്നിട്ടുണ്ട്. ഇത്രയും ആഴത്തിൽ തന്നിട്ടില്ല, ചില സൂചനകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിനകത്ത് മിനു പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. തെളിവുകൾ സഹിതമാണ് നമുക്കത്. ഇപ്പം കുറ്റാരോപിതരാണ്. അവർക്ക് മിനു ഒരു തന്നിടത്തോടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് തെളിവുകൾ സഹിതം കൊടുക്കുമെന്ന്.
അങ്ങനെ വരുമ്പോൾ അത് മുന്നോട്ട് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നമ്മൾ ഒരാഴ്ചയായിട്ട് സിനിമാ ലോകം മൊത്തത്തിലൊരു പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ മേഖലയെ, ഈ വ്യവസായത്തെ തകർക്കുന്നതിലേക്ക് പോകുന്നതിനപ്പുറം ഇതിനകത്ത് 99.9% ആൾക്കാർ നല്ല രീതിയിൽ, നല്ല ചെറുപ്പക്കാർ, നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ, ഇപ്പോൾ പൃഥ്വിരാജിനെ കുറിച്ച് പറഞ്ഞില്ലേ, അത്തരത്തിലുള്ള നല്ല നല്ല ആൾക്കാരുടെ ഒരു എൻട്രി ഇപ്പം 5-6 വർഷമായിട്ടുണ്ട്. അപ്പോൾ സിനിമയിലേക്ക് അഭിനയിക്കാൻ പോകുമ്പോൾ, അല്ല സിനിമയിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രവർത്തിക്കാൻ പോകുമ്പോൾ വളരെ മോശക്കാരനാണ് ഇവരൊക്കെ എന്നൊരു പൊതുബോധം ഉണ്ടാക്കി എടുക്കരുത്. കാരണം നമ്മുടെ എല്ലാ മേഖലകളിലും, ഇപ്പം നിങ്ങളുടെ ചാനൽ മേഖലകളിലുണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതിന് വളരെ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം. ഉപ്പ് മിനു പറഞ്ഞ പോലെ വെള്ളം അല്ല, അത് സജി ഇത് ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയെടുക്കുന്നത്? ഇപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നതല്ലല്ലോ ഇതിനകത്തെ കുഴപ്പം എന്ന് പറയുന്നത്. നിങ്ങളുടെ മേഖലയിൽ നിന്ന് തന്നെ ആളുകൾ ഇങ്ങനെ വന്ന് പറയുകയാണ്. അവർക്ക് പറയാൻ ഇപ്പോൾ ധൈര്യം കിട്ടിയുകൊണ്ട് പറഞ്ഞു എന്നാണ്. ഇവർ തന്നെ മുൻപും പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് ഇവരാരും ഈ പരാതി പോലും കൊടുത്തിട്ടുള്ളതാണ് പലരും. ഈ അമ്മ എന്ന ഒരു വലിയ സംഘടന, ഒരു മഹാസംഘടന ഇവിടെ ഉണ്ടല്ലോ. ആ പരാതി പരിഗണിക്കുന്നവർ എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ, ഈ നടിമാരോട് മോശമായി പെരുമാറുന്ന ആളുകളാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. പിന്നെ അവർ എവിടെ പോയി പരാതി പറയും? ഈ കൊടുത്ത പരാതി കീറിക്കളയുകയാണ്, ചവറ്റുകൊട്ടയിൽ ഇടുകയാണ്. അപ്പോൾ ഇത് ഇവർ തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് ഉന്നയിക്കുമ്പോൾ അത് എത്രത്തോളം ധൈര്യത്തോടെ ഇവർ പറയുന്നു എന്നുള്ളതിന് അവരെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് മുഴുവൻ പ്രശ്നമായിട്ട് ഞങ്ങളെല്ലാം അവതരിപ്പിക്കുകയാണ് എന്ന് താങ്കൾ പറയരുത്. ആ പുഴുക്കുത്തുകളെ എടുത്ത് മാറ്റുന്നതിന് വേണ്ടിയാണ്. മഞ്ജുഷ പറയട്ടെ. അല്ലല്ല ചാനൽ ചർച്ചകളുടെ ഉദ്ദേശം നമുക്കറിയാം. ചാനൽ ചർച്ചകൾ നമ്മുടെ ഈ മേഖലയിൽ ശുദ്ധീകരണം ഉണ്ടാകണമെന്നൊരു ഉദ്ദേശം നിങ്ങൾക്കുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ എല്ലാ ഉദ്ദേശവും നിങ്ങളുടെ ഉദ്ദേശത്തെ കുറിച്ചൊക്കെ നമുക്കറിയാം. എല്ലാ മേഖലകളിലും ഉണ്ട്. അത് ഞാൻ സംബന്ധിച്ച് ഈ മേഖലയിലുണ്ട്. ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തിലാണ്. ഈ മേഖലയിൽ ഒന്നും പാടില്ല. അതേക്കുറിച്ചൊരു സംശയം ഞങ്ങൾക്കില്ല. പിന്നെ ഇതിനകത്ത് സാധാരണ ഇത് കേൾക്കുന്ന പ്രേക്ഷകരോട് പറയാം, ഇതിനകത്ത് പണം മുടക്കുന്ന ഒരു പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും തിയേറ്റർ ഓണേഴ്സുമാണ്. അതിന്റെ അപ്പെക്സ് ബോഡിയാണ് ഫിലിം ചേംബർ. അതോടൊപ്പം പ്രൊഡ്യൂസർ അസോസിയേഷൻസ് ഉണ്ട്. നമ്മുടെ മേഖലയിൽ നമ്മുടെ ടെക്നീഷ്യന്മാരായാലും ആർട്ടിസ്റ്റുകൾക്കായാലും, ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകൾ, പാവപ്പെട്ട ആർട്ടിസ്റ്റുകൾ, അവർക്ക് അറിയാൻ വയ്യാത്തൊരു മേഖലയാണ്. അവർക്ക് പരാതി പറയാൻ സ്ഥലമുണ്ട്, ഇല്ലെന്ന് ആര് പറഞ്ഞു? ഇതിനൊരു ഫൈനൽ അതോറിറ്റി ഉണ്ട്. അവർക്ക് അതിനകത്ത് അവബോധം ഇല്ലാത്തതുകൊണ്ടാണ്. ആർക്ക് പരാതി ഉണ്ടെങ്കിലും വന്ന് വിളിച്ചു പറയാൻ പറ്റിയ സ്ഥലമുണ്ട്. അതിനിപ്പം അമ്മയിൽ പറയണമെന്നൊന്നുമില്ല. അമ്മയല്ല തീരുമാനമെടുക്കുന്നത്. സിനിമയിൽ വന്ന സമയം എന്ന് പറഞ്ഞ് അവർ ഒരുപാട് ആഗ്രഹിച്ച് സിനിമയിലേക്ക് വന്നയാളാണ്. താങ്കൾ തന്നെ പറഞ്ഞു ആദ്യ സിനിമയിൽ തന്നെ അവരുടെ പെർഫോമൻസ് നല്ലതായിരുന്നുവെന്ന്. ഇവർ ആ സമയത്ത് എവിടെ പോയി പരാതി പറയും എന്ന് തേടി നടക്കുകയാണോ ചെയ്യേണ്ടത്? അങ്ങനെയാണോ സിനിമയിൽ വേണ്ടത്? താങ്കളെ പോലെയുള്ള ആളുകൾ അങ്ങനെ ഒരു ഉപദേശമാണോ ഇപ്പോൾ കൊടുക്കുന്നത്? ഇതിന് പ്രശ്നമേ ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് കൊടുക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് പറയണം. ആദ്യം താങ്കൾ ആവശ്യപ്പെടേണ്ടത് അമ്മ എന്നൊരു സംഘടന ഉണ്ടല്ലോ ഇവിടെ, അത് ഉടച്ചു വാർക്കുക എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു. ഇത് കേൾക്കാൻ പറ്റിയ, ഇത് കേൾക്കുന്ന സമൂഹത്തോട് പറയട്ടെ, ഇനിയും ഇത് കേൾക്കുന്ന പുതിയ തലമുറ, ഇത് കേൾക്കുന്ന ജനങ്ങളോട് പറയാനുള്ളത്, ജനങ്ങളാണ് സിനിമയെ ഇത്രയാക്കിയത്. ജനങ്ങളോടും ഇവിടെ ടെക്നീഷ്യന്മാരായി വരാൻ വിവിധ മേഖലയിൽ സിനിമയിൽ പ്രവർത്തിക്കാൻ വരുന്നതോട് ഞങ്ങളുടെ ഒരു ഉപദേശമാണ്. ഞങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഉണ്ട്, ഫിലിം ചേംബർ ഉണ്ട്, നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻസ് ഉണ്ട്. ഇവിടെ ഉള്ളവരെ ഇവർക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. ഇതിന്റെ ഫൈനൽ അതോറിറ്റി അവിടെയാണ് ഇരിക്കുന്നത്. അവിടെ വന്ന് നിങ്ങൾക്ക് പരാതി പറഞ്ഞാൽ ഞങ്ങൾ നടപടിയെടുക്കും. ഇന്ന് വരെ ഒരു പരാതി വന്നിട്ടുണ്ടെങ്കിൽ ആ പരാതിക്ക് നടപടി എടുത്തിട്ടുണ്ട്. അമ്മയല്ല തീരുമാനിക്കുന്നത് ആര് അഭിനയിക്കണം ആര് അഭിനയിക്കേണ്ടെന്ന്. അത് മനസ്സിലാവും. അതൊരു സ്വകാര്യ സംഘടനയാണ്, അതിലേക്ക് ഇടപെടാൻ ഞങ്ങളില്ല. പക്ഷെ ഇതിന് പണം മുടക്കുന്ന ഒരു വിഭാഗമല്ലേ, ആ പണം മുടക്കുന്നവർക്ക് ഒരു സേ ഇല്ലേ മഞ്ജുഷേ? സേ ഇല്ല എന്നുള്ളതാണല്ലോ കാണുന്നത്. മാത്രമല്ല ആ സേ ഇല്ല എന്ന് കാണേണ്ടി വരും. മാത്രമല്ല ഇവിടെ പ്രൊഡ്യൂസർക്കെതിരെ പോലും, പ്രൊഡ്യൂസർമാരിൽ നിന്ന് പോലും മോശം അനുഭവം മിനുവിന് ഉണ്ടായിട്ടുണ്ട്. മിനു അങ്ങനെ ഉണ്ടായില്ലേ? താങ്കൾ ഈ കുട്ടിക്കാനത്തെയാണെന്ന് തോന്നുന്നില്ലേ? കുട്ടിക്കാനത്തെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കാണാൻ പോയ സമയത്തുണ്ടായില്ലേ? അങ്ങനെ താങ്കൾ പറഞ്ഞിരുന്നുവല്ലോ. അതെ, കാരണം ഈ പ്രൊഡ്യൂസേഴ്സ് അവർക്ക് ഈ ബ്ലാക്ക് മണി വൈറ്റ് ആക്കാൻ വേണ്ടി വരുന്നവരാ. അപ്പൊ അവരെന്താ പറയാ, അപ്പൊ അവർക്ക് എന്നാ വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ വി ആർ സ്പെൻഡിങ് ദിസ് മച്ച് മണി, അപ്പൊ ഞങ്ങൾക്ക് എന്ത് ബെനിഫിറ്റാ കിട്ടുന്നത്? ഞങ്ങൾക്ക് അവർക്ക് അവരുടെ പൈസ എന്ത് പോകുന്നതോ അവർക്ക് പ്രശ്നമില്ല. എനിക്ക് നല്ല ആക്ടേഴ്സിനെ എനിക്ക് കിട്ടണം, നല്ല നടന്മാരെ എനിക്ക് കിട്ടണം. അങ്ങനെയുള്ള കുറെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അത് ഈ പുതുതായിട്ട് പൈസ ഉണ്ടാക്കുന്നതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ചില നല്ല പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, പടം നന്നായിട്ട് ചെയ്യണം എന്നുള്ളവരുണ്ട്. ഞാൻ മൊത്തം അടച്ചു പറയുകയല്ല, നല്ല പ്രൊഡ്യൂസേഴ്സും ഉണ്ട്, പടം ചെയ്യണം, അതിൽ നിന്നും കിട്ടുന്നവർ വേറെ ഇനിയും ഒരുപാട് പടങ്ങൾ ചെയ്യണം, അങ്ങനെയുള്ള പ്രൊഡ്യൂസേഴ്സും ഉണ്ട്. ഇങ്ങനെയുള്ള ഈ പുതു പ്രൊഡ്യൂസർമാർ വന്നിട്ടാണ് അവർക്ക് എങ്ങനെയെങ്കിലും ഇപ്പൊ കാശ് ഒന്ന് ബ്ലാക്ക് ഒന്ന് വൈറ്റ് ആക്കണം. അതിനിടയിൽ ഞാൻ ഇത്ര പൈസ ഇറക്കുന്നതല്ലേ, എനിക്ക് എന്താണ് ബെനിഫിറ്റ് ഉള്ളത്? എനിക്ക് ഇതിനകത്ത് അഭിനയിക്കുന്നത് ഈവൻ ഇപ്പൊ ഏതൊരു സിനിമയില് ഗർഭശ്രീമാൻ
സുരാജ് വെഞ്ഞാറമൂട്, അതിനകത്ത് ഞാൻ സിദ്ദിഖിന്റെ ഭാര്യയായിട്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ആ ഡയറക്ടർ എന്നോട് പറഞ്ഞു, മിനു പെട്ടെന്ന് അഭിനയിച്ചിട്ട് ഇന്ന് തന്നെ ഓടിപ്പോക്കോ, പ്രൊഡ്യൂസർ മിനുവിനെ കണ്ടാൽ വിടത്തില്ല എന്ന്. അങ്ങനത്തെ പ്രൊഡ്യൂസർമാരും ഉണ്ട്. ആ സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാ പെണ്ണുങ്ങളെയും വേണം. ഞാൻ പൈസ ഇറക്കുന്നതാണോ, എനിക്ക് എല്ലാ പെണ്ണും. അപ്പൊ അങ്ങനെയും ഉണ്ട്. ആരാണ് ആ സിനിമയുടെ പ്രൊഡ്യൂസർ? താങ്കൾക്ക് അറിയാമോ, അല്ലെങ്കിൽ സജിക്ക് അറിയായിരിക്കും അല്ലേ? ഞാൻ പറയട്ടെ മഞ്ജുഷ, ഇപ്പം മിനു പറഞ്ഞ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, അദ്ദേഹം പ്രൊഡ്യൂസർ അസോസിയേഷൻ മെമ്പർ ഒന്നും അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതൊക്കെ പുതിയതായിട്ട് അപ്കമിങ് ആണെന്ന് പറഞ്ഞ് വ്യാജമായി വരുന്നവരായിരിക്കും. സിനിമ നിർമ്മിക്കാൻ ആഗ്രഹിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സിനിമ നിർമ്മാതാവാന്ന് പറഞ്ഞ് അഭിനയിച്ച് പല ലക്ഷ്യത്തോടെ വരുന്നവർ അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവർ ഈ അസോസിയേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്റെ അറിവിലില്ല. ആണോ മിനു, അദ്ദേഹം പ്രൊഡ്യൂസർ അസോസിയേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല വെറുതെ ആന്നേ പുള്ളിക്കാരന്റെ. അത് നിങ്ങൾക്ക് പുള്ളിക്കാരനായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാം. മിനു ഒരു കാര്യം കൂടി, ഇപ്പോൾ ബംഗാളി നടിയായ ശ്രീലേഖ മിത്ര രഞ്ജിത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. ബംഗാളി നടിയായ ശ്രീലേഖ മിത്ര രഞ്ജിത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അത് ആ നിയമ വഴികളിലേക്ക് അപ്പോൾ പോവുകയാണ്. അവരിങ്ങനെ തുറന്നു പറച്ചിൽ നടത്തിയത് മാത്രമല്ല, അതിന്റെ നിയമവഴിക്ക് പോകട്ടെ. അങ്ങനെ പോലീസിന് മുന്നിലേക്ക് വരുന്നു, സ്വാഭാവികമായിട്ടും കേസെടുക്കേണ്ടി വരുന്നു, രഞ്ജിത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നു, ഇങ്ങനെയൊക്കെ വരും. അങ്ങനെ ഒന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതിന് താങ്കൾ തയ്യാറാണോ? ഞാൻ നേരത്തെയും ചോദിച്ചിരുന്നു, താങ്കൾ അതിന് കൃത്യമായിട്ട് മറുപടി പറഞ്ഞില്ല. ഇതിനൊരു പരാതി കൊടുക്കുവാൻ താങ്കൾ ഉദ്ദേശിക്കുന്നുണ്ടോ? മിനു കേട്ടായിരുന്നോ? എന്നോടായിരുന്നോ? അതെ അതെ. അല്ല, ഇപ്പോൾ ബംഗാളി നടിയായ ശ്രീലേഖ മിത്ര സംവിധായകൻ രഞ്ജിത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ കേസിന്റെ വഴിയെ പോവുകയാണ്. അങ്ങനെ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ നേരത്തെയും ചോദിച്ചിരുന്നു, താങ്കൾ അതിനൊരു വ്യക്തമായ മറുപടി നൽകിയില്ല. താങ്കൾ ഇതിൽ പോലീസിന് മുന്നിലേക്ക് പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ ഈ കേസുമായിട്ട് ഈ 7 പേരുടെയും പേരിൽ ഞാൻ പരാതി കൊടുക്കും. എൻക്ലേവ് എന്ന് ഇപ്പോൾ ഏർപ്പാടാക്കിയത് അംഗമില്ലേ, 7 അംഗ സംഘം എന്ന് പറഞ്ഞ്, തീർച്ചയായിട്ടും ആ ഓഫീഷ്യൽസിന്റെ മുമ്പിൽ ഞാൻ ഈ പരാതി കൊടുക്കും. എന്നിട്ട് ഞാൻ തീർച്ചയായിട്ടും ഐ വിൽ പ്രൊസീഡ് ദിസ് കേസ്. ഐ വിൽ പ്രൊസീഡ് ബിക്കോസ് ഞാനാണ് ഇതിന്റെ വിക്ടിം. വേറെ കുട്ടികൾക്ക് വേണ്ടിയല്ല ഞാൻ സംസാരിക്കുന്നത്. ഐ ഹാഡ് എ ബാഡ് എക്സ്പീരിയൻസ്. ശരി, രാഹുൽ എന്താണ്? അല്ല, ശ്രീമതി മിനുവിന്റെ നിലപാട് വളരെ സ്വാഗതാർഹമാണ്. അങ്ങനെ പരാതി കൊടുക്കാൻ കൂടുതലുള്ളൊരു വരണം. ശ്രീമതി മിനു പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ശ്രീ സജീവ് നമ്പ്യാട്ടൊക്കെ വളരെ പോസിറ്റീവായി സംസാരിക്കുന്നവർ ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. പക്ഷെ ഇങ്ങനെ പരാതി കൊടുക്കാൻ വരണം എന്നുള്ളൊരു നിലപാടാണ് നമ്മൾ എടുക്കേണ്ടത്. എനിക്ക് തോന്നുന്നു നമ്മൾ മുഴുവൻ മലയാളികളിൽ നിന്ന് പൃഥ്വിരാജ് എടുത്ത സമീപനം എടുക്കണം. പൃഥ്വിരാജ് വളരെ ബാലൻസ്ഡ് ആയി. പൃഥ്വിരാജ് പറഞ്ഞു പരാതി കൊടുക്കണം, പരാതി കൊടുക്കുന്നവർക്ക് നിയമ നടപടി നേരിടണം. ഇനിയും തിരിച്ച് വ്യാജ പരാതിയാണെങ്കിൽ അവരും നിയമ നടപടി നേരിടണം. പൃഥ്വിരാജ് വളരെ ഉറച്ചു എന്നത് പറഞ്ഞതിൽ എനിക്ക് പൃഥ്വിരാജിനെ കുറിച്ച് അഭിമാനമുണ്ട്. അതായത് പരാതി കൊടുക്കണ്ട, പരാതി കൊടുക്കാതെ തന്നെ ഗവൺമെന്റ് അന്വേഷിക്കണം എന്ന നിലപാടിൽ നിന്ന് പരാതി കൊടുക്കുന്നതാണ് ശരിയെന്ന് ഇതിനെ അനുകൂലിക്കുന്ന മഞ്ജുഷും ഇതിനെ എതിർക്കുന്ന ഞാനും ഒരുപോലെ എത്തിച്ചേരുന്നത് വളരെ സ്വാഗതാർഹമാണ്. അത് കറക്റ്റായിട്ട് റിഫ്ലക്ട് ചെയ്ത സെൻട്രിസ്റ്റ് ബാലൻസ്ഡ് പൊസിഷനാണ് പൃഥ്വിരാജ് പറഞ്ഞത്. അതായത് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർ പോലീസിനെ അപ്രോച്ച് ചെയ്യണം. ഇപ്പോൾ സർക്കാർ ഓൾറെഡി തന്നെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിനെ അഭിനന്ദിക്കണം. നേരെ മറിച്ച് ശ്രീ രഞ്ജിത്ത് കേസ് കൊടുക്കുന്നുണ്ട്, മാനനഷ്ടത്തിനും ബാക്കിയുള്ള കാര്യത്തിനും കേസ് കൊടുക്കുന്നുണ്ട്. ശ്രീ സിദ്ദിഖ് രേവതി സമ്പത്തിനെതിരെ കേസ് കൊടുക്കുന്നുണ്ട്. രേവതി സമ്പത്തിനെതിരെ ഒരുപാട് വേറെ ആരോപണങ്ങൾ / വെളിപ്പെടുത്തലുകൾ വരുന്നുണ്ട്. അപ്പൊ ഈ ആരോപണങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി വേണം. ആ ആരോപണങ്ങൾ ആരുന്നയിച്ചാലും അത് ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കാൻ മെക്കാനിസം വേണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏത് സ്ത്രീ എന്തു പറഞ്ഞാലും അത് സത്യമാണ് എന്ന് അന്ധമായി വിശ്വസിച്ചത് വെളിപ്പെടുത്തലിനായിരുന്നു മാധ്യമങ്ങൾ വിളിച്ചിരുന്നത്. ഇന്നടക്കം പല ആൾക്കാരും ആരോപണമെന്ന് തിരുത്തി വിളിക്കുന്നത് വളരെ സന്തോഷകരമാണ്. അവിടെയാണ് ശരിയാവും തെറ്റാകാം. ഇനി ഇതിൽ ഒരുപാട് നല്ല പരാതി കാണും, ശരിയായ പരാതി കാണും, ഒരുപാടെണ്ണം വ്യാജ പരാതി കാണും. അങ്ങനെ വ്യാജ പരാതിയുടെ ഇരയായിരുന്നു നമ്മുടെ ഉമ്മൻചാണ്ടി സാർ. ഇങ്ങനെ വ്യാജ പരാതിയുടെ ഇരകളായ ഒരുപാട് മനുഷ്യർ പല കേസുകളിൽ പെട്ടതാണ്. നന്ദിനാരായണനും ശശി തരൂറും ഉമ്മൻചാണ്ടി സാറും ഒക്കെ, അല്ലെങ്കിൽ ഷാറൂഖ് ഖാന്റെ മോൻ അടക്കമുള്ള ആൾക്കാർ. അപ്പൊ വ്യാജ പരാതികൾ മാറ്റാൻ മെക്കാനിസം. ഇതാണ് ഒരു ബാലൻസ്. ഈ ബാലൻസ് നിലപാടിലേക്ക് പൃഥ്വിരാജ് വന്നത് വളരെ സ്വാഗതാർഹമാണ്. പൃഥ്വിരാജ് ആ ബാലൻസ് നിലപാടിലേക്ക് വന്നു, ബാക്കിയുള്ള പൊതുസമൂഹം ആ ബാലൻസ് നിലപാടിലേക്ക് വന്നു. അവിടെയാണ് ആരും സ്ത്രീകളെ ദ്രോഹിച്ചവരെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല. എന്നാൽ സ്ത്രീകളെ ദ്രോഹിച്ചു എന്ന് വ്യാജ പരാതി പറയുന്നവർ യഥാർത്ഥത്തിൽ മീറ്റു മൂവ്മെന്റിന്റെ അന്തസത്ത ഇല്ലാതാക്കുക. അല്ല, താങ്കൾ ഈ മിനുവിന്റെ ഈ വെളിപ്പെടുത്തലിൽ താങ്കൾക്ക് വിശ്വാസമില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ, താങ്കളുടെ ഈ സംസാരം കേൾക്കുമ്പോൾ. ഞാൻ ആദ്യമായിട്ടാണ് ശ്രീമതി മിനുവിനെ കാണുന്നത്. ശ്രീ സജീവ് നമ്പ്യാട്ടടക്കം ഞങ്ങളൊക്കെ ശക്തമായി പുരുഷന്റെ റൈറ്റിനും കൂടെ വേണ്ടി വാദിക്കുന്നതാണ്. അദ്ദേഹം അടക്കം വളരെ ബഹുമാനത്തോടാണ് അവരോട് ഇടപെടുന്നത്. ശരിയായിരിക്കാം തെറ്റായിരിക്കാം എനിക്കറിയില്ല. പക്ഷെ മാഡം പരാതി കൊടുക്കാൻ തയ്യാറാണ്. അതിന് ഞാൻ മാഡത്തെ അഭിനന്ദിക്കുന്നു. ആ പരാതി ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല.
ആ പരാതിയെ ഓൾറെഡി വെളിപ്പെടുത്തണമെന്ന് വെച്ച് ബാക്കിയുള്ളവരെ അപകീർത്തിപ്പെടുത്താനല്ല നമ്മൾ നോക്കേണ്ടത്. ശരി ശരി ശ്രീമതി വീണ എസ് നായർ, സർക്കാരിന്റെ ഇപ്പോഴത്തെ സംവിധാനത്തെക്കുറിച്ചും രാഹുൽ പറഞ്ഞു, അതിനെ അനുമോദിക്കുന്നുമുണ്ട് രാഹുൽ. അതായത് പ്രത്യേക അന്വേഷണ സംഘം പോലീസിൻ്റേത് രൂപീകരിച്ചതിന്. പക്ഷേ അതിപ്പോൾ ഈ നടിമാർ കുറെ വെളിപ്പെടുത്തലുകൾ നടത്തിയല്ലോ, അതിനെക്കുറിച്ചുള്ള ആ മൊഴികൾ പരിശോധിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അവരുടെ മൊഴികൾ ശേഖരിക്കുക, കേസെടുക്കുക എന്നുള്ളതാണ്. അതിനപ്പുറം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധന ഇല്ല കേട്ടോ. ആ രീതിയിൽ ആണ് എന്ന് ഇന്നലെ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല. അതാണല്ലോ നിങ്ങൾ അതിനെ എതിർക്കുന്നത്. അത് പോരാ, ഈ രീതിയിലുള്ള അന്വേഷണ സംഘം പോരാ എന്ന്. പക്ഷേ രാഹുൽ അത് അഭിനന്ദിക്കുകയാണ്. ഇതൊരു നല്ല നീക്കമാണ് സർക്കാരിൻ്റെതെന്ന്. വീണ, അല്ല, പലരും അഭിനന്ദിക്കുമായിരിക്കാം. പക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ ഈ പറഞ്ഞ അന്വേഷണ സംഘം രൂപീകരിച്ചതിലെ തന്നെ സത്യസന്ധത ഇല്ലായ്മ തീർച്ചയായിട്ടും ഒരു സ്ത്രീപക്ഷ നിലപാടെടുക്കുന്നവർക്ക് ചോദ്യം ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. ഉദാഹരണത്തിന് തന്നെ ഒന്ന് നോക്കൂ. ഇന്നിപ്പോ മുഖ്യമന്ത്രിയുടേതായിട്ട് പുറത്തു വന്നിരിക്കുന്ന ആ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് സ്പർജൻ കുമാർ IGPയുടെ നേതൃത്വത്തിലാണ് ഇത് രൂപീകരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷ് അടക്കമുള്ളവർ ഇതിനകത്തുണ്ട്. ക്ലിയർ ആയിട്ട് സ്ത്രീകൾ അബ്യൂസ് ചെയ്യപ്പെട്ട വിഷയമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞേക്കുന്ന ആരൊക്കെയാണോ ആ പെർപെട്രേറ്റേഴ്സ്, അവരുടെ ഒന്നും പേരുകൾ ഈ നിമിഷം വരെ പുറത്തു വന്നിട്ടില്ല. ഹേമ കമ്മിറ്റിയെ ടച്ച് ചെയ്യുന്നതേ ഇല്ല. മറിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഇന്ന് ശ്രീമതി മിനു അടക്കമുള്ളവര് കുറെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലേക്കായിരിക്കും ഈ അന്വേഷണം പോകുന്നത്. അപ്പൊ ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്ന ആ പെർപെട്രേറ്റേഴ്സ് എല്ലാം ഇപ്പോഴും വളരെ സേഫായി നിൽക്കുന്നു, അല്ലെങ്കിൽ അവരുടെ പേരുകളോ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളോ പുറത്ത് വരുന്നില്ല എന്നുള്ളത് ഒരു ഭാഗത്തിരിക്കുന്നു. രണ്ടാമത്, 2 പുരുഷ ഓഫീസേഴ്സിന്റെ നേതൃത്വത്തിലാണ് ഈ വിങ് രൂപീകരിക്കുന്നത്. അതിനോടും നമ്മൾ എതിരാണ്. കാരണം പ്യുവർലി ഒരു മുൻ ഹൈക്കോടതി ജഡ്ജായിട്ടുള്ള ജസ്റ്റിസ് ഹേമയെ പോലുള്ള ഒരു പ്രഗത്ഭമതിയുടെ മുമ്പിൽ പോലും പോയി തങ്ങൾ അനുഭവിച്ച യാതനകൾ, പീഡനങ്ങൾ തുറന്നു പറയാൻ വല്ലാതെ ബുദ്ധിമുട്ടിയ, മടിച്ച, മാറി നിന്ന സ്ത്രീകൾ ഈ പുരുഷന്മാര് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘത്തിലേക്ക് ചെന്ന് അവരുടെ അനുഭവങ്ങൾ പറയണം. പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തുന്നവരാണെങ്കിലും ഈ 2 മെയിൽ ഓഫീസേഴ്സ് ഹെഡ് ചെയ്യുന്ന ഒരു ടീമിന് മുന്നിലേക്ക് പോയിട്ട് കാര്യങ്ങൾ വെളിപ്പെടുത്തണം ആണ് സർക്കാർ പറയുന്നത്. ഇനി രണ്ടാമതൊരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പൊ ഈ ഗ്രൂപ്പ് ഓഫ് ഓഫീസേഴ്സ് 4 വനിതാ IPS ഉദ്യോഗസ്ഥർക്കാണല്ലോ ഇതിന്റെ ചാർജ് കൊടുത്തേക്കുന്നത്. അതിൽ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. വാളയാർ കേസിലും വടക്കാഞ്ചേരി അന്വേഷണ കേസിലും ഒക്കെ അട്ടിമറികൾ നടത്തിയവരെന്ന് ആരോപണ വിധേയരായിട്ടുള്ളവർ, അല്ലെങ്കിൽ സമൂഹത്തിന്റെ സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന വനിതാ ഓഫീസേഴ്സും ഉണ്ട്. ഇപ്പൊ വനിത ആയതുകൊണ്ട് ആ വനിതകളെല്ലാം നല്ല ജെന്യുവിൻ ആയിരിക്കണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് അത്തരം ആരോപണങ്ങളിൽ ഏർപ്പെടാത്ത കുറച്ചുകൂടി ക്രെഡിബിലിറ്റി ഉള്ള ഓഫീസേഴ്സിനെ, വനിതാ ഓഫീസേഴ്സിനെ വെച്ചൊരു സംഘം രൂപീകരിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ വാളയാറും വടക്കാഞ്ചേരിയൊക്കെ അട്ടിമറിക്കപ്പെട്ടിട്ടുള്ളത്, അതുപോലെ സർക്കാരിന് വേണ്ടപ്പെട്ട പലരുടെയും പേരുകൾ ഇനി വന്നുകൊണ്ടിരിക്കും ചിലപ്പോൾ പുറത്ത്. ആ പേരുകളൊക്കെ വളരെ സുരക്ഷിതമായ രീതിയിൽ ഈ വനിതാ ഓഫീസേഴ്സിനെ വെച്ച് മാനിപ്പുലേറ്റ് ചെയ്യാനും. ശരി വീണ, കോൾ കട്ടാണ്, അതുകൊണ്ട് ഞാൻ ഒന്ന് ഇടപെടുകയാണ്. മിനു, അങ്ങനെ ഒരു തടസ്സമുണ്ടോ ഈ ഇപ്പോൾ സർക്കാർ നിയോഗിച്ചിരിക്കുന്ന ഈ പോലീസ് സംഘത്തിന് മുന്നിൽ പോയി മൊഴി കൊടുക്കുവാൻ താങ്കൾക്ക് ബുദ്ധിമുട്ട് തോന്നുമോ? അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവുമോ? ഒരിക്കലും ബുദ്ധിമുട്ടില്ല, ഒരിക്കലും. എന്നെ ഓൾറെഡി അവർ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഒരു IPS മാഡം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഐ വാണ്ട് ടു സ്പീക്ക് ടു യു എന്നുണ്ട്. അപ്പൊ എനിക്ക് ഈ സമയം വരെ എനിക്ക് ഫ്രീ ആയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് ഐ വിൽ ഇൻഫോം യു മൈ ടൈം എന്ന് പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും ഐ എം റിയലി കംഫർട്ട്. അവരുടെ കൂടെ മുന്നോട്ട് നീങ്ങാൻ എല്ലാ സഹകരണവും എന്റെ സൈഡിൽ നിന്നുണ്ടാവും. അപ്പോൾ ഈ പോലീസിന്റെ പുതിയ സംഘത്തിന് ആദ്യം മൊഴി കൊടുക്കുന്നത് മിനു ആയിരിക്കും? തീർച്ചയായിട്ടും. അതായത് മുകേഷിനെതിരെ ഉണ്ടാവും, മണിയമ്പിള്ള രാജുവിനെതിരെ ഉണ്ടാവും, ജയസൂര്യക്കെതിരെ ഉണ്ടാകും, ഇടവേള ബാബുവിനെതിരെ ഉണ്ടാകും. താങ്കൾ ഈ മൊഴിയിൽ ഉറച്ചു നിൽക്കും? അതിലൊരു മാറ്റവും ഇല്ല. എനിക്ക് ഇതിന് ജസ്റ്റിസ് വേണം വേണം വേണം. കാരണം ഞാൻ 13 വർഷമായിട്ട് എന്റെ നെഞ്ചിൽ വിങ്ങി വെച്ചിട്ടുണ്ട്. എനിക്ക് പുറത്ത് ആരോട് പറയാൻ പറ്റാത്ത ഒരവസ്ഥ. ആരോട് നമ്മൾ പറയും?
ഇതൊക്കെ ആരോട് പറയും? അവർ വിശ്വസിക്കുമോ? പക്ഷേ ഇത് ഹേമ കമ്മിറ്റി ഇങ്ങനെ മുൻപോട്ട് വന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നെ കിട്ടിയത് ഇതിങ്ങനെ തുറന്നു പറയാനായിട്ട്. തീർച്ചയായിട്ടും അമ്മ ഒരു ശക്തമായ ഒരു അസോസിയേഷൻ ആയിരുന്നെങ്കിൽ, അവിടെ സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ അവിടെ പോയി പറയുമായിരുന്നു, എനിക്ക് ഇങ്ങനെയുള്ള വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് അംഗത്വം വേണമെന്ന് ഞാൻ അവരെ കണ്ട് സംസാരിക്കുമായിരുന്നു. എനിക്കിങ്ങനെ അംഗത്വം കിട്ടാതെ വരത്തില്ലായിരുന്നു. ശരി, അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രനാൾ പൂഴ്ത്തിവെച്ചത് അത് ഈ മലയാള സിനിമാ രംഗത്തെ നടിമാർക്ക് അവരോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരകൃത്യമായി പോയി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതുകൊണ്ട് ഇപ്പോൾ ഈ നടിമാർക്ക് കാര്യങ്ങൾ തുറന്നു പറയുവാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുകയാണ്. ആ റിപ്പോർട്ടിന്മേൽ സർക്കാർ ഒരു നടപടി എടുത്തില്ല. ഇവിടെയെങ്കിലും ഈ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്ന, പൊതുസമൂഹത്തോടും മാധ്യമങ്ങളോടും തുറന്നു പറഞ്ഞിരിക്കുന്ന ഈ നടിമാരുണ്ടല്ലോ, അവരുടെ മാത്രമല്ല മറ്റുള്ളവരുടെ കൂടി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴികൾ കൊടുത്ത ആളുകൾക്ക് കൂടി നീതി കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം സർക്കാർ. അതല്ലേ യഥാർത്ഥത്തിൽ വേണ്ടത്? എങ്കിലല്ലേ നീതി ഉറപ്പാക്കിയെന്ന് പറയുവാൻ കഴിയുകയുള്ളൂ, സ്ത്രീപക്ഷ സർക്കാരാണെന്ന് പറയുവാൻ കഴിയുകയുള്ളൂ. ഹസ്കർ, ശരി ഹസ്കർ. ഇല്ല, രാഹുൽ ഇതിനുള്ള മറുപടി. രാഹുൽ, ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ഈ നിലപാട്, ഈ നടപടി മതിയോ? അതിൽ വീണ അതിനെ എതിർത്തിരുന്നു. അല്ല, വീണ അടക്കമുള്ള സ്ത്രീപക്ഷ നിലപാട് എന്നും ഉയർത്തിപ്പിടിക്കുന്നവരാണ്. അവർക്ക് ആ നിലപാട് എന്നും പറയാനുള്ള റൈറ്റ് ഉണ്ട്. നമ്മൾ ഒരു കാര്യം മാത്രം മറക്കരുത്, ഉമ്മൻചാണ്ടി സാറിനെതിരെ എഴുതുന്ന ഒരു പരാതി സരിത എഴുത്ത് കമ്മീഷനിൽ കൊടുത്തു. ചാണ്ടി സാറിനെ എത്രമാത്രം വേട്ടാടി നമുക്കറിയാം. അവിടെയാണ് നമ്മൾ എല്ലാം ആവശ്യപ്പെടുന്നത് എന്താ? ഒരു ബാലൻസ് വേണം. ഏകപക്ഷീയമായി ആക്രമിക്കരുത്, ഏകപക്ഷീയമായി പുരുഷന്മാരും സിനിമാ മേഖലയും മോശമാണെന്ന് പറയരുത്. ഇതിൽ ഏറ്റവും നല്ല നിലപാടെടുത്തത് പൃഥ്വിരാജിനോടൊപ്പം നമ്മുടെ ചാണ്ടി ഉമ്മനും കൂടെയാണ്. ചാണ്ടി ഉമ്മൻ പറഞ്ഞത് മലയാള സിനിമയെ ആകെ കരിവാരി തേക്കരുത്, ആക്രമിക്കരുത്. ഈ വേട്ടയാടൽ ഞാനും എന്റെ കുടുംബവും അനുഭവിച്ചതാണ്. അപ്പൊ ഒരു വേട്ടയാടപ്പെട്ടവനെ ബാക്കിയുള്ള ആൾക്കാരെ വേട്ടയാടുമ്പോൾ അതിന്റെ വേദന മനസ്സിലാവും. അതുകൊണ്ട് ആരോപണങ്ങൾ എന്ന് വിളിക്കുക, അതായത് വെളിപ്പെടുത്തലുകളല്ല, ആരോപണങ്ങൾ. അത് ശരിയാകാം തെറ്റാകാം. രണ്ട്, ശ്രീ രഞ്ജിത്ത് തിരിച്ചു കേസ് കൊടുത്തിട്ടുണ്ട്, ശ്രീ സിദ്ദിഖ് കേസുമായി പോകുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ശ്രീ സുധീഷ് പോകുന്നുണ്ടെന്നാണ്. സമാനമായ ഒരുപാട് പേർ അതിശക്തമായ തിരിച്ചുള്ള നിയമ നടപടികൾ വരുന്നുണ്ട്. അവിടെ പൃഥ്വിരാജിനെ മാത്രം ഓർത്താൽ മതി. പൃഥ്വിരാജ് കൃത്യമായിട്ട് എന്ത് പറയുന്നുണ്ട്? പൃഥ്വിരാജ് പറയുന്നു, പരാതി വ്യാജമാണെങ്കിൽ അവരും ഇവരനുഭവിച്ച അതേ നടപടികൾ അനുഭവിക്കണമെന്ന്. ആ നിലപാട് നമ്മൾ ആർജവത്തോടെ പറഞ്ഞാൽ ഈ എതിർവാദം ഉണ്ടാവില്ല. നമ്മളെല്ലാം പിന്നീട് ഒരുമിച്ചാണ്. അവിടെയാണ് ഞങ്ങൾ പറയുന്നത് ആരെങ്കിലും രക്ഷിക്കണമെന്നല്ല, പകരം കാടടച്ച് വെടിവെക്കുകയും അധിക്ഷേപിക്കുകയും സിനിമാ മേഖല മുഴുവൻ മോശമാണെന്ന് പറയുകയും ചെയ്യുകയല്ല. പക്ഷേ ബാലൻസോടെ സന്തുലനത്തോടെ മുമ്പോട്ട് പോകണം. ഇന്ന് ഏതൊക്കെയോ കോൺഗ്രസ് നേതാക്കൾ എന്ന് ആരോപിക്കുന്നവർക്കെതിരെ നിലപാട് വന്നിട്ടുണ്ട്. നാളെ CPM വരും, മറ്റന്നാൾ BJP വരും. വെറുതെ ആർക്കെങ്കിലും പേര് പറഞ്ഞ് ഇട്ട് തട്ടാൻ നമ്മുടെ മഹാനടന്മാരെയോ പ്രതിഭാധനന്മാരായ ഡയറക്ടർമാരെയോ ഇട്ടുകൊടുക്കരുത്. അതുകൊണ്ട് സത്യത്തിന്റെ കൂടാണ് നമ്മൾ വയ്ക്കേണ്ടത്. ഒരു വരി കൂടെ രാഹുൽ വീണ്ടും അവിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ പറയുന്നു എന്നുള്ളൊരു തോന്നൽ താങ്കൾക്ക് ഉണ്ടാകുന്നുണ്ടോ മിനു? കാരണം നുണയാണ് പറയുന്നതെങ്കിൽ അവരും അനുഭവിക്കണം എന്ന രീതിയിലാണ് രാഹുലിന്റെ ഇപ്പോഴത്തെ സംസാരം വരുന്നത്. പൃഥ്വിരാജ് പറഞ്ഞ ഒരു വരിയെ ഞാൻ പൃഥ്വിരാജ് താങ്കൾ പലതവണ കോട്ട് ചെയ്തു. മിനു പൃഥ്വിരാജ് കോട്ട് ചെയ്തതാണ്. മിനു പറഞ്ഞോളൂ. അയ്യോ, ഞാൻ കേട്ടില്ല. മിനു പറഞ്ഞോളൂ. അല്ല, മിനു മാഡത്തോട് ഒരു ചോദ്യം ഒന്നുകൂടെ പറയാവോ? ഞാൻ കേട്ടില്ലായിരുന്നു. രാഹുൽ വീണ്ടും ഒരു അവിശ്വാസത്തിന്റെ സ്വരം എടുക്കുന്നുണ്ട്. കള്ളമാണെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം ഈ പറയുന്ന ആളുകൾക്കെതിരെ. അതിനോട് യോജിക്കുന്നില്ലേ? മിനു മാഡം യോജിക്കുന്നില്ലേ? നാളെ വ്യാജ പരാതി കൊടുത്താൽ അവർക്കെതിരെ നടപടി വേണ്ടേ? അതിന് പറയാൻ റിപ്ലൈ എനിക്കുണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇവിടെ നമ്മുടെ ഈ കേരള പൂമുഖത്ത് എന്തോരം ആണുങ്ങളുണ്ട്. എനിക്ക് എന്തോരം പേര്, ആരുടെയും പേര് എന്തുകൊണ്ട് ഞാൻ ഇവരുടെ മാത്രം പേര് എടുത്തു പറയുന്നു? കാരണം ഞാൻ അതിന്റെ ഒരു വിക്ടിം ഇരയായ ആളായതുകൊണ്ടാണ്. ഞാൻ 2 കുട്ടികളുടെ അമ്മയാണ്. ഇങ്ങനെ ഒരു പബ്ലിക്കായിട്ട് വന്നിട്ട് എനിക്ക് കള്ളം പറയേണ്ട ഒരു ആവശ്യമില്ല. എന്തോരം ആണുങ്ങളുണ്ട്. എന്തുകൊണ്ട് ഈ പർട്ടിക്കുലർ ഈ പുരുഷന്മാരെ കുറിച്ച് ഞാൻ പറയുന്നത്? അതാണ് നമ്മൾ ശരിക്കും അതിന് ഇരയായിപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അവർക്കെതിരെ നടപടി വേണ്ടേ? അതേ ചോദിക്കുന്നുള്ളൂ. വ്യാജ പരാതി വന്നാൽ, കാര്യം നിങ്ങളടക്കം ജെന്യുവിനായി പറയുന്ന കാര്യങ്ങളെ അവർ ഇല്ലാതാക്കുകയല്ലേ. വ്യാജ പരാതി വന്നാൽ അവർക്കെതിരെ നടപടി വേണ്ടേ? അത് വളരെ വളരെ ബാലൻസ്ഡ് ആയ നിലപാടല്ലേ? വ്യാജ പരാതി വന്നാൽ അതിനെതിരെ നടപടി വേണ്ടേ? ആരെങ്കിലും വ്യാജ പരാതി തന്നാൽ തീർച്ചയായിട്ടും അവർക്കെതിരെ കേസ് കൊടുക്കണം. അങ്ങനെ ആരെങ്കിലും വ്യാജ പരാതിയുമായിട്ട് വന്നാൽ. മിനു, ഇപ്പോൾ താങ്കൾ ഈ ആരോപണം ഉന്നയിക്കുന്ന മുകേഷ് എന്ന് പറയുന്നയാൾ MLA ആണ്.
അതുപോലെ തന്നെ സി പി എം ഒരു സംരക്ഷണ കവചം ഒരുക്കുന്നയാളാണ്. അപ്പോൾ ആ ഒരു ഭയാശങ്ക താങ്കൾക്കുണ്ടോ ഇല്ലയോ ഇപ്പോൾ സർക്കാരിന്റെ ഒരു ഭാഗമായി നിൽക്കുന്ന ഒരാൾക്കെതിരെ ഇങ്ങനെയുള്ള വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ? ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഉപ്പ് തിന്നുന്നതിന് വെള്ളം കുടിക്കണം. അതായത് ഒരു ക്രൈം ചെയ്തത് വലിയ വലിയ പ്രമുഖനായാലും ശരി, പാവപ്പെട്ടവരെ മാത്രം ശിക്ഷിക്കലാണോ നമ്മുടെ കേരളത്തിലെ ജോലി? അല്ല. എത്ര വലിയ പ്രമുഖനായാലും ചെയ്ത തെറ്റ് തന്നെയാണ്. ആ തെറ്റിന് എനിക്ക് ജസ്റ്റിസ് കിട്ടണം. ഞാൻ കേസുമായിട്ട് തന്നെ മുൻപോട്ട് പോവുക തന്നെ ചെയ്യും. ശരി മുനീർ, നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മിനു പറയുന്നത്. വീണ, ഇതൊരു അഭിനന്ദനാർഹമായ ഒരു നിലപാട് തന്നെയാണല്ലോ. അതേ സമയത്ത് തന്നെ ഈ മുകേഷിനെതിരെയുള്ള സമരം ശക്തമാക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുകയാണല്ലോ, UDF തീരുമാനിച്ചിരിക്കുകയാണല്ലോ. ഇതിൽ സർക്കാരിന്റെ നിലപാടിനെ താങ്കൾ എങ്ങനെയാണ് വിമർശിക്കുന്നത്, വിമർശനാത്മകമായി സമീപിക്കുന്നത്? ഇതിൽ എല്ലാ തരത്തിലും മുകേഷിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോഴും CPM-ഉം അതുപോലെ തന്നെ സർക്കാരും പോകുന്നത്. ഒരു എതിർവാചകവും വന്നിട്ടില്ല. ആദ്യം തന്നെ ഞാൻ കഴിഞ്ഞ 2, 3, 4 ദിവസങ്ങളായിട്ട് വെളിപ്പെടുത്തലുകളുമായിട്ട് വരുന്ന സ്ത്രീകളുണ്ട്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇൻഫർമേഷൻ കമ്മീഷൻ പറഞ്ഞതിനേക്കാൾ അധികം പേജുകൾ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് പല നല്ല മുഖങ്ങളെ അങ്ങനെ തന്നെ സംരക്ഷിക്കാനായിട്ട് സർക്കാർ ശ്രമിച്ചു എന്നുള്ളൊരു ചർച്ച തുടങ്ങിയതിന് ശേഷമാണെന്നാണ് എൻ്റെ ഓർമ്മ. പല സ്ത്രീകളും അവർ നേരിട്ട മോശപ്പെട്ട അനുഭവങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചു. സത്യത്തിൽ അവർ കാണിച്ച ധൈര്യത്തിൽ നിന്നാണ് നമ്മുടെ ഈ പൊയ്മുഖങ്ങളൊക്കെ അഴിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയിലേക്ക്, ആ ഒരു തരത്തിലുള്ള ചർച്ചയിലേക്ക് നമ്മുടെ സമൂഹം എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ സ്ത്രീകൾ കാണിച്ചിരിക്കുന്ന, ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഒരു ചേച്ചിയുടെ പ്രായമൊക്കെ ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്, മിനു ചേച്ചി അടക്കമുള്ള സ്ത്രീകൾ കാണിച്ചിട്ടുള്ള ആ ഒരു ധൈര്യത്തെ ഞാൻ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ആദ്യം അഭിനന്ദിക്കുകയാണ്. കാരണം നിങ്ങൾ ഈ വസ്തുതകൾ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ പുറത്തു വന്ന് പറയുമ്പോൾ അസാധാരണമായിട്ടുള്ള ധൈര്യം സംഭരിക്കാതെ നിങ്ങൾക്ക് അതിൽ വരാൻ സാധിക്കില്ല. കാരണം നിങ്ങളുടെ കുടുംബമാകട്ടെ അല്ലെങ്കിൽ സമൂഹമാകട്ടെ ഒരു സത്യമാണ് എങ്കിൽ പോലും പറയുമ്പോൾ പലതരത്തിലായിരിക്കും സമൂഹം അതിനെ നേരിടാൻ പോകുന്നത്. അതിനെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പോരാടാൻ തയ്യാറെടുത്ത് വന്ന ഈ വനിതകൾ സത്യത്തിൽ ഒരു സല്യൂട്ട് അർഹിക്കുന്നു എന്നുള്ളത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു വെച്ചുകൊള്ളട്ടെ. എന്നോട് ചോദിച്ച ചോദ്യം മുകേഷ് MLA-യുമായി ബന്ധപ്പെട്ടതാണ്. 2 സ്ത്രീകളാണ് മുകേഷ് MLA-യുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ദുരനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും പ്രതിപക്ഷം ശക്തമായൊരു പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയാണ്. യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും ഒക്കെ ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കൊക്കെ മാർച്ച് നടത്തിയ വാർത്തകൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഇവിടെ പല ആർട്ടിസ്റ്റുകളെ കുറിച്ച്, ഇപ്പം അലൻസിയർ ലേ ലൂപ്പസ്, അതുപോലെ മുകേഷ് അടക്കമുള്ള ആളുകളെ കുറിച്ച് കുറേയധികം, ബാബുരാജിനെ കുറിച്ചാവട്ടെ സിദ്ദിഖിനെ കുറിച്ചാകട്ടെ, പലരും പരാതികൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഇതിനു മുൻപ് തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. 2018-ലും 19-ലും 21-ലും ഒക്കെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള സ്റ്റാർസ് ഉണ്ട്. പക്ഷേ അപ്പോഴൊന്നും സർക്കാർ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇതൊരു കോഗ്നിസബിൾ ഒഫൻസ് ആയിരിക്കുമ്പോൾ തീർച്ചയായും സർക്കാരിന് കേസ് രജിസ്റ്റർ ചെയ്യാവുന്ന സാഹചര്യം നിലവിലുള്ളപ്പോൾ പോലും സർക്കാർ അതിന് വിമുഖത കാണിച്ചു. ഇപ്പൊ മുകേഷിലേക്ക് ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞ് ഒരു തവണ MLA ആയി, രണ്ടാമത് വീണ്ടും ഇലക്ഷന് നിന്ന് അദ്ദേഹം വീണ്ടും MLA ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം രാജിവെക്കുന്നതാണ് അന്തസ് എന്നുള്ളത് അതൊരു മോറൽ ഒബ്ലിഗേഷന്റെ ഭാഗമാണ്. നമുക്കൊരു മൊറാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. കാരണം ഒരു പൊതു ഖജനാവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് രാഹുൽ എതിർപ്പ്? എന്താണ് ഈ മുകേഷിനെതിരെ തുടർച്ചയായിട്ട് ആരോപണങ്ങൾ വരികയാണല്ലോ? ഈ മുകേഷിനെതിരെ രാഹുൽ തുടർച്ചയായിട്ട് ആരോപണങ്ങൾ വരികയാണ്. ഏറ്റവും കട്ടിയുള്ള ആരോപണങ്ങൾ വരുന്നത് മുകേഷിനെതിരെയാണ്. അതിനെയെല്ലാം അദ്ദേഹം ഈ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ വാചകത്തിൽ നേരിട്ട് വരികയാണ്. എത്ര നാൾ ഈ കവചം അദ്ദേഹത്തെ രക്ഷിച്ചു നിർത്തും?
അങ്ങനല്ല, ഇപ്പോ എന്തായാലും അന്വേഷണ സംഘം വന്നിട്ടുണ്ട്, പബ്ലിക് മൊമെന്റം ഉണ്ട്, താങ്കളടക്കമുള്ള മീഡിയക്കാരുടെ നിലപാടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഇതിൽ അന്വേഷണം വേണം. ഇവിടെ പക്ഷേ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട്. അതായത് 1977-88 സുപ്രീം കോടതി വിധികളുണ്ട്, കിരൺ ബേദി കേസും കർണാടക കമ്മീഷൻ ഫോർ എൻക്വയറിയും. അതിലെ സെക്ഷൻ 8B പ്രകാരം, ഇതിന്റെ ആക്ട് പ്രകാരം, ഒരു വ്യക്തിയുടെ റെപ്യൂട്ടേഷനെ സാരമായി ബാധിക്കുന്ന ഒരു കാര്യം അയാളോട് ചോദിക്കാതെ പൊതുസമൂഹത്തിലേക്ക് വിടരുത് എന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവ് തന്നെയുണ്ട്. കാര്യം ഈ വ്യക്തികൾക്ക് മറുപടി പറയാനുള്ള നാച്ചുറൽ ജസ്റ്റിസ് കിട്ടിയിട്ടില്ല. അവർ അല്ല, ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ പോയി മൊഴി കൊടുക്കാൻ ആർക്കും അവകാശമുണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള പരസ്യപ്പെടുത്തലും ഉണ്ടായതാണ്. അപ്പോൾ അതിന് തയ്യാറായ ആളുകളുടെ മൊഴിയാണ് ഹേമ കമ്മിറ്റി എടുത്തത്. എത്ര തവണ അത്തരത്തിലുള്ള പരസ്യപ്പെടുത്തലുകൾ ഉണ്ടായതാണ് ശ്രീ രാഹുൽ ഈശ്വർ? അത് വേണ്ടെന്ന് വെച്ചിട്ട് പിന്നെ എന്ത് കാര്യം? അല്ല, അവിടെയാണ് അത് വേണ്ടത് വെക്കലല്ല, അത് ഹൈക്കോടതിയാണ് നിലപാട് പറയേണ്ടത്. പക്ഷേ അതായത് ഈ ആരോപണ വിധേയർ, ഇപ്പൊ മഞ്ജുഷിനോ എനിക്കെതിരെയാണ് ആരോപണം വന്നെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടില്ല എന്നൊരു പ്രശ്നം അതിനകത്തുണ്ട്. അപ്പൊ നാച്ചുറൽ ജസ്റ്റിസ് ലംഘിക്കപ്പെട്ടു എന്നൊരു ഇഷ്യൂ അതിനകത്തുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. പക്ഷേ അതിനകത്തൊരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നതിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല കേട്ടോ. ഈ FIR രജിസ്റ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ആ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണ സംഘത്തെ ഇവിടെ പരസ്യമായ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുവല്ലോ. അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലും അങ്ങനെ ഒരു ഏജൻസി വെച്ച് അന്വേഷിക്കുന്നതിൽ ഒരു തടസ്സവുമില്ല, ഒരു നിയമ തടസ്സവുമില്ല. തീർച്ചയായും പോലീസ് അന്വേഷണം വേണം. അല്ല, നിരപരാധികളായിട്ടുള്ള സ്ത്രീകളുടെ ജീവിതം പിച്ചി ചീന്തിയതിനു ശേഷം റെപ്യൂട്ടേഷൻ നിലനിർത്തണം എന്നൊക്കെ പറയുന്നത് അംഗീകരിച്ചു കൊടുക്കാൻ ഒരു സാധാരണ സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇനിയിപ്പോ അങ്ങനെ ആണെങ്കിൽ തന്നെ സരിതയുടെ ജീവിതം ഉമ്മൻചാണ്ടി സാർ പിച്ച് ചീന്തിയില്ല, സരിതയെ കൊണ്ടൊന്നും ചെയ്യിപ്പിച്ചില്ല. അതൊക്കെ വ്യാജാരോപണം. അല്ല, ഞാൻ കൃത്യമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യം FIR രജിസ്റ്റർ ചെയ്യാം. FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണത്തിലേക്ക്, അല്ല ഇതിനകത്ത് ഇപ്പൊ എന്താണ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം എല്ലാവരും പറഞ്ഞു വെക്കില്ല. സർക്കാരിന് പോലീസിന് FIR രജിസ്റ്റർ ചെയ്യാലോ. FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിലേക്ക് പോകാമല്ലോ. അപ്പോഴും ഈ രാഹുൽ ഈശ്വർ അടക്കമുള്ളവർ വന്നിരുന്നത് അവർ കുറ്റം ചെയ്തിട്ടില്ല, കുറ്റം ആരോപിക്കപ്പെട്ടവർ മാത്രമാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഡിഫെൻഡ് ചെയ്യില്ലേ? ആ ഡിഫൻസിന്റെ ആനുകൂല്യം അവർക്ക് പറ്റാമല്ലോ. പക്ഷെ ഫസ്റ്റ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിലേക്ക് ഇപ്പൊ മുകേഷ് അടക്കമുള്ളവരുടെ പേരിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിലേക്ക് പോകണം, പോലീസ് കേസെടുക്കണം. അതാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. അല്ലാതെ മുകേഷ് അടക്കമുള്ള ആൾക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ എടുക്കുകയാണെങ്കിൽ ഒരിക്കലും കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് അത് അംഗീകരിച്ചു കൊടുക്കാൻ, അതിന് മാപ്പ് കൊടുക്കാൻ എന്തായാലും വീണ സർക്കാരിന്റെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ മൊഴി കൊടുക്കാനും അതുപോലെ തന്നെ പോലീസിൽ പരാതി കൊടുക്കുവാനും തയ്യാറായിട്ട് ഇപ്പോൾ ബംഗാളി നടിയായ ശ്രീലേഖ മിത്ര വന്നിട്ടുണ്ട്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ സംസാരിച്ച മിനു മുനീർ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഞാനും തയ്യാറാണ് പോലീസിൽ പരാതി കൊടുക്കുവാനും മൊഴി നൽകുവാനുമെന്ന്. അവിടെ സർക്കാരിൻ്റെ പിന്തുണയല്ല അവിടെ കിട്ടിയിരുന്നത് അവർക്ക്. ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ അടയിരുന്ന സർക്കാരിന് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ വെക്കേണ്ടി വന്നത് പൊതുസമൂഹത്തിൽ നിന്നുള്ള സമ്മർദ്ദം കാരണമാണ്. അതിൽ ഒരു സംശയവുമില്ല. അത് രാഹുൽ എത്ര നിഷേധിച്ചാലും. വീണ, അതെ ഞാനൊരു കാര്യം പറയട്ടെ. ഒരു ശ്രീലേഖ മിത്രയോ അല്ലെങ്കിൽ ഒരു മിനു മുനീറോ അടക്കമുള്ളവർ അല്ലെങ്കിൽ ഒരു രേവതി സമ്പത്തൊക്കെ എക്സെപ്ഷണൽ കേസസ് ആണ്. നിങ്ങൾ ആലോചിക്കണം, നമ്മളിപ്പോ ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ. ഐസ്ബർഗിന്റെ വലിയൊരു ഭാഗം ഇപ്പോഴും കടലിനടിയിൽ ദുരൂഹമായിട്ട് കിടക്കുകയാണ്. ആ ഐസ്ബർഗിനെ എന്താണ് അതിന്റെ വസ്തുതകൾ മുഴുവൻ എല്ലാ പെൺകുട്ടികൾക്കും ഇറങ്ങി വന്ന് പറയാൻ പറ്റുമോ? ഇതിനിടയ്ക്ക് അവിവാഹിതകളായിട്ടുള്ള പെൺകുട്ടികൾ കാണും, വിവാഹം കഴിഞ്ഞ് ജീവിക്കുന്നവർ കാണും. എങ്ങനെ ഇവരൊക്കെ വന്ന് അവരനുഭവിച്ച നേരിട്ട വിഷമങ്ങൾ എങ്ങനെയാണ് അവർക്ക് പറയാൻ സാധിക്കുക? നിങ്ങൾ എല്ലാവരും പുറത്തു വന്ന് പറയൂ എന്ന് നമുക്ക് പറയാം. അത്ര എളുപ്പമാണ് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ കടന്നുപോയിട്ടുള്ള ട്രോമ ഒരു അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക്. ഒരുപക്ഷെ അവരവിടെ സ്റ്റേക്ക് ആക്കി വെക്കേണ്ടത് അവരുടെ അവശേഷിക്കുന്ന ജീവിതം തന്നെയാകും, അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയായിരിക്കും. ഈ പുരുഷന്മാർക്ക് വേണ്ടി വന്ന് വാദിക്കുന്നവരോട് എനിക്ക് ഇത്രേ പേര്, നിങ്ങളുടെ വീട്ടിലുള്ള ഒരു അമ്മയുടെയോ അല്ലെങ്കിൽ ഒരു സഹോദരിയുടെയോ നിങ്ങളുടെ ഭാര്യയുടെയോ മകളുടെയോ സ്ഥാനത്ത് നിന്നുകൂടി ചിന്തിക്കൂ. അവരായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ ഇന്ന് വിദേശ രാജ്യത്ത് നിന്ന് മറ്റൊരു പെൺകുട്ടി ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് നേരിട്ട വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള അറ്റാക്കിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീ ബാബുരാജിനെതിരായിട്ട് ബാബുരാജിൽ നിന്നുണ്ടായ അനുഭവത്തെക്കുറിച്ച് ആ കുട്ടി പറഞ്ഞതാണ്. ആ കുട്ടി അതിന്റെ ഫേസ് റിവീൽ ചെയ്തിട്ടില്ല. എങ്ങനെ റിവീൽ ചെയ്യാൻ സാധിക്കും?
ഒരു 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 നേരിട്ട ഒരു അട്രോസിറ്റിയെ കുറിച്ച് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിൽ സമീപിക്കുന്ന ഒരു സമൂഹം നമുക്ക് ഇപ്പൊ തന്നെ നമ്മുടെ ഈ ന്യൂസ് 18 ലൈവ് പോകുന്നതിന്റെ താഴെ യൂട്യൂബിൽ നിങ്ങൾ കമന്റ്സ് എടുത്ത് നോക്കൂ, പലതരത്തിലുള്ള കമന്റ്സ് ആയിരിക്കും വരുന്നത്. വസ്തുതകൾ തുറന്നു പറയുന്ന സ്ത്രീകൾക്കെതിരെ അവരെ മോശക്കാരാക്കുന്ന രീതിയിലുള്ള കമന്റ്സ് പറയുന്നവർ ഈ സമൂഹത്തോട് എങ്ങനെയാണ് തുറന്നു പറയുക? ആ സ്ത്രീയുടെ പക്ഷത്ത് നിന്ന്, ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം സ്ത്രീ പക്ഷത്ത് നിന്ന് എനിക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്, ഒരു പുരുഷൻ അത്രത്തോളം സാധിക്കണം എന്നില്ല. ഈ സമൂഹത്തിലെ ഇത്തരത്തിലുള്ള കപട പൊയ് മുഖങ്ങളെ നമുക്ക് കൊണ്ടുവരണം. എന്തിനാണെന്നറിയോ? ഈ സിനിമാ മേഖല ഒരു തൊഴിൽ മേഖല എന്നുള്ള നിലയിൽ എത്രയോ ടാലന്റഡ് ആയിട്ടുള്ള പെൺകുട്ടികൾ വന്നു ഒരു സിനിമ 2 സിനിമ അഭിനയിച്ച് നിർത്തിപ്പോയിട്ടുള്ള, അങ്ങനെ നിർത്തിപ്പോയവരുടെ കണക്ക് നിങ്ങൾ എടുത്തു നോക്കൂ. അധിക കാലമായിട്ടില്ലല്ലോ മമ്മൂട്ടി നായകനായിട്ട് അഭിനയിച്ച ചിത്രത്തിൽ നായികയായിട്ട് അഭിനയിച്ച ഒരു സ്ത്രീ, അവരുടെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, 2, 3, 4 സിനിമയിൽ അഭിനയിച്ച അവർ അഭിനയം നിർത്തിപ്പോയി. ഭർത്താവും കുഞ്ഞുങ്ങളുമായിട്ട് കാറ്ററിംഗ് ബിസിനസ്സോ മറ്റോ നടത്തി ജീവിക്കുകയാണ്. അടുത്ത കാലത്തും അഭിമുഖം പറഞ്ഞു സിനിമയിൽ നിന്ന് ചില മോശപ്പെട്ട ചോദ്യങ്ങൾ, അനുഭവങ്ങൾ ഉണ്ടായി, അങ്ങനെ പൂർണ്ണമായി ഇത് വേണ്ടാന്ന് വെച്ച് പോവുകയായിരുന്നു. ഇങ്ങനെ എത്രയോ കഴിവുള്ളവർ ഈ സിനിമാ മേഖലയിലേക്ക് വരുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ അവള് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് എന്തിനും വഴങ്ങും, അങ്ങനെ ഒരു കൺസെന്റ് ലെറ്റർ, ഒരു സമ്മത പത്രവുമായിട്ടാണ് ഈ പെൺകുട്ടികൾ വന്നിരിക്കുന്നത് എന്ന് വ്യാഖ്യാനിക്കാൻ ആരാണ് സിനിമാ മേഖലയിലുള്ളവർക്ക് അവകാശം കൊടുത്തിട്ടുള്ളത്, അധികാരം കൊടുത്തിട്ടുള്ളത്? ഞാനൊരു കലാകാരി കൂടി ആയതുകൊണ്ട് പറയുകയാണ്, എനിക്ക് കലാരംഗത്തേക്ക് വരാൻ താല്പര്യമുണ്ടായിരുന്ന സമയത്ത് ഏറ്റവും അധികം എന്നെ അത് നിരുത്സാഹപ്പെടുത്തിയത് എന്റെ കുടുംബാംഗങ്ങളാണ്. അതിനുശേഷം അതിന് പല കാരണങ്ങളും അവര് പറയുന്നുണ്ട്. അതിനുശേഷം ഞാൻ വല്ലാത്തൊരു കല മനസ്സിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറെക്കാലം അത് അടക്കി പിടിച്ച് വെക്കാൻ സാധിക്കില്ല. ക്രമേണ ഞാൻ അവതരണ രംഗത്തേക്ക് വരുന്നത് അങ്ങനെയാണ്. ഞാൻ ചുരുക്കം ചില സിനിമകളിൽ അഭിനയിച്ചു. സിനിമാ നടി എന്നുള്ള ലേബലിലേക്ക് പോകാതെ ഞാൻ എന്നെ തന്നെ പരിമിതപ്പെടുത്തിയത് എനിക്ക് വ്യക്തമായിട്ട് ചില ബോധ്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്നോടൊരു സംവിധായകൻ ചോദിച്ചിട്ടുണ്ട്, വേണ്ടതൊന്നും നിങ്ങൾ തരില്ലല്ലോ എന്ന്. ഞാൻ അയാളോട് ഫോണിൽ കൂടെയാണ് ചോദിച്ചത്. ഞാൻ ചോദിച്ചു, സാറിന്റെ വീട്ടിൽ ഭാര്യയില്ലേ എന്ന്. ഇതെല്ലാം അറിഞ്ഞിട്ടുള്ള ഞാൻ എങ്ങനെയാണ് സ്ത്രീകളെ ഈ പറയുന്ന പോലെ സംശയമുനയിൽ നിർത്തുക? എങ്ങനെയാണ് സംശയമുനയിൽ നിർത്തുക? അത് രാഹുൽ ഈശ്വരന് മാത്രമേ ആ സംശയമുള്ളൂ. രാഹുൽ ഈശ്വരന് മാത്രമേ ആ സംശയമുള്ളൂ. മിനു മുനീർ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ എന്തായാലും അവിശ്വസിക്കേണ്ട കാര്യമില്ല. രാഹുൽ മാത്രമേ അങ്ങനെ ഒരു അവിശ്വാസം ഉണ്ടോ എന്ന് സംശയിക്കണം, ആ രീതിയിൽ സംസാരിച്ചത്. അത് മാത്രമല്ല, ഇന്ന് ഗീതാ വിജയൻ, അവർ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചതാണ്. അവർ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്മാറേണ്ടി വന്നു. അവർ പറഞ്ഞത് ഈ അവസരം കിട്ടുക വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും, പക്ഷെ ഞാനതിന് തയ്യാറായില്ല, അതിൻ്റെ പേരിൽ ഒരുപാട് സംവിധായകരോട് വഴക്കടിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നൊക്കെ ഇന്ന് ഗീതാ വിജയൻ പറയുന്നുണ്ടായിരുന്നു. അവരുടെ വാക്കുകളൊന്ന് കേൾക്കാം. ഗീതാ വിജയൻ. കമ്മിറ്റി ഫൈൻഡിങ്സ് ആക്ച്വലി നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇത്. ഇപ്പൊ വന്നത് വളരെ നന്നായി. ആക്ച്വലി ഇറ്റ് വാസ് ഇനവിറ്റബിൾ ടു ദ ഇൻഡസ്ട്രി. താങ്ക്സ് ടു ദ പിണറായി വിജയൻ ഗവൺമെന്റ് ഫോർ ഫെസിലിറ്റേറ്റിംഗ് ദിസ്. ആൻഡ് പിന്നെന്താ ഞാൻ പറയാ, കാരണം ഇത് ഇപ്പോ ഈ ഒരു ഇത് വളരെ നന്നായി ഇത് വന്നത്. ആക്ച്വലി എപ്പോഴോ വരേണ്ടതായിരുന്നു. ആൻഡ് ഇപ്പൊ ഈ കമ്മിറ്റി ഫൈൻഡിങ്സ് ഇപ്പൊ എല്ലാവരും ഒന്ന് ഭയപ്പെടുന്നുണ്ട്. എവറിബഡി, ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് അണ്ടർഗോൺ ട്രോമാസ് ആൻഡ് എവറിഥിങ്. അപ്പോ അതുകൊണ്ട് ഈ വന്നത് വളരെ നന്നായി എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴാണ് ധൈര്യപൂർവ്വം എല്ലാവർക്കും പറയാൻ പറ്റുന്നത്. ഇതിനു മുമ്പ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനു മുമ്പ് പറഞ്ഞാലും ആരും അത് അധികം ചെവി കൊള്ളില്ല. എല്ലാവരും ഒരു കാതിൽ കേട്ട് മറ്റേ കാതിലും അത് ഇതാവും. അങ്ങനെയായിരുന്നു. ഇപ്പോ ഈ ഒരു ഫ്രീഡം തന്നത് ഈ ഫൈൻഡിങ്സ് തന്നെയാണ്. ആ ഫ്രീഡം എന്നും ഉണ്ടാവണം. ഇനി അട്രോസിറ്റീസ് ഒക്കെ നിൽക്കണം. അതാണ് ഞാൻ പറയുള്ളൂ. കാരണം സ്ത്രീകൾക്ക് വർക്ക് പ്ലേസിൽ വേണ്ടത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയാണ്. അങ്ങനെ ഒരു നല്ലൊരു എൻവറോൺമെന്റ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക? നമുക്ക് ഒരു സമാധാനമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റണ്ടേ ഏത് വിധത്തിലും? അങ്ങനെ ഒരു കാരണം എല്ലാവരും ഭയന്ന് എല്ലാവർക്കും ഒരു ടെൻഷനാണ്. എന്തെങ്കിലും വിധത്തിലുള്ള ഒരു ഇത് വരുമോ അങ്ങനെ ഞാൻ ജനറലൈസ് ചെയ്ത് പറയില്ല, ജനറലൈസ് ചെയ്യാൻ പാടില്ല. ഇറ്റ്സ് വെരി സബ്ജക്റ്റീവ്. അതുകൊണ്ട് എന്റെ കാര്യത്തിൽ ഞാൻ പറയാം, AMMA ഇത് വരുന്നതിന് മുമ്പ് തന്നെ
ഐ ഹാവ് സ്പേസ്. പക്ഷെ ഞാൻ അത് ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ ഒരു ഭയമുണ്ട്. ദേ ആർ സ്കേർഡ് ഓഫ് മീ ആൻഡ് എന്നെ അവോയ്ഡ് ചെയ്തിട്ട് പ്രോജക്ട്സിനെ അവോയ്ഡ് ചെയ്ത് ഞാൻ പോടാ പുല്ലേന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ അവോയ്ഡ് ചെയ്ത് എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ യു ആർ ഓൾ നിങ്ങളൊക്കെ വെറും മോർട്ടൽസ് ആണ്. ദർ ഇസ് എ പവർ above everybody. നിങ്ങൾ എല്ലാത്തിന്റെ മേലുമല്ലോ ഇരിക്കുന്നത്. അപ്പൊ എനിക്കുള്ള പ്രോജക്ട്സ് എനിക്ക് വരും. അതിന്റെ പ്രതികരിച്ചതിന്റെ പേരിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഗീതാ വിജയന്. ഉണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ വാട്ട്? എന്നിട്ട് ഞാൻ ഇന്നലെ എന്നെ ഇൻഡസ്ട്രീനെ പുറത്താക്കുന്ന 91 പറഞ്ഞ ധീരന്മാരുണ്ട്. ഞാൻ പറഞ്ഞു പുറത്തായിക്കോട്ടെ, സോ വാട്ട് എന്നാണ് എന്റേത്. ഞാൻ ഇതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഐ എം ഗോയിങ് ടു ഗിവ് എ കമ്പൈൻ സ്റ്റേറ്റ്മെന്റ് വിത്ത് സംബഡി. അപ്പൊ ഞാൻ അവർക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്കിപ്പോ അതൊന്നും പറയാൻ പറ്റില്ല. അതാണ്. ഇതുപോലെ വാതിൽ തട്ടലും മുട്ടലും തന്നെയായിരുന്നു. ഫോൺ വിളിയും അന്ന് ഇന്റർകോം ഉണ്ടല്ലോ ഹോട്ടൽസില്, ഫോൺ വിളി, ഇൻസിഡന്റ് കോൾസ് അറ്റ് നൈറ്റ് ആൻഡ് കോളിംഗ് ബെൽ അടിക്കല്, വാതിൽ തട്ടല്, മുട്ടലൊക്കെയായിരുന്നു. എനിക്ക് ഒരു ഫസ്റ്റ് 2 days ഞാൻ മിണ്ടാതെ ഇരുന്നു. അതായത് ഓക്കെ, ഇതായിട്ട് 3rd day എനിക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ കെപ്റ്റ് കണ്ടിന്യൂയിങ്. ചിലരെന്താ വെച്ചാൽ നമ്മള് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് നിർത്തും. ഇതില്ല. അവസാനം ഞാൻ എന്റെ വാതില് തള്ളി തുറന്നു. എന്നിട്ട് ഞാൻ ചീത്ത വിളിന്ന് പറഞ്ഞാൽ അത്രയും ചീത്ത വിളിച്ചിട്ട് ആ കോറിഡോറിലുള്ള എല്ലാവരും, ഒരുവിധം എല്ലാവരും അറിഞ്ഞു അത്. പിന്നെ അതിങ്ങനെ സ്പ്രെഡ് ലൈക്ക് വൈൽഡ് ഫയർ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ സെറ്റിൽ എനിക്ക് പിന്നെ ഡയറക്ടർ എന്നെ കണ്ടാമുണ്ടില്ല, എനിക്ക് സീൻ പറഞ്ഞു തരില്ല, ഒന്നുമില്ല. ഉള്ള സീൻസ് ഒക്കെ കട്ട് ചെയ്തു എന്നെ റൂമില് എന്താ പറയാ ഡേറ്റ്സ് 10 days ആയിരുന്നു ഡേറ്റ്സ്. ആദ്യത്തെ 3 ദിവസം ഈ 3 days കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ വർക്കേ ഇല്ല. അതായത് എന്നെ വെറുതെ റൂമിൽ ഇതൊക്കെ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഐ ഡോണ്ട് കെയർ, എന്ത് നിങ്ങളുടെ ഡേറ്റ് ആണ്, യു ഡു വാട്ട് യു വാണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുക. 10ാമത്തെ ദിവസം 10 days ആയിരുന്നു ആ വർക്കിന്റെ ഇത്. ആ 10th day കഴിഞ്ഞ ശേഷം ഞാൻ വേറെ പടത്തിന് സെയിം കൊച്ചി തന്നെ ഡേറ്റ് കൊടുത്തു വന്നു. അപ്പോഴാണ് അവര്, അപ്പോഴാണ് പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ കൺട്രോളറൊക്കെ അയ്യോ എന്താണ് ഇങ്ങനെ ചെയ്തത്. ഞാൻ പറഞ്ഞു അതെ, എന്നെ ഇങ്ങനെ ചെയ്യൂ, ഞങ്ങളോട് ഒരു വാക്ക് പറയാറുന്നില്ലേന്ന് അവര് പറഞ്ഞു. ഞാനാണ് ഫേസ് ചെയ്യുന്നത്, സോ ഐ മസ്റ്റ് റിയാക്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്തത്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഡേറ്റ് വേണമെങ്കിൽ നിങ്ങൾ ഇവരൊക്കെ ചോദിക്കുക, അവര് ബാക്കി ഞാൻ ഇത്രയും ദിവസം എന്നെ വെറുതെ എത്തിയത് നിങ്ങൾ ആരും കണ്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഒരു ഇതും ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത ആളാണ്. എനിക്ക് വന്ന ഇഷ്യൂ ഞാൻ തന്നെ സോൾവ് ചെയ്യണമെന്ന് ഞാൻ പണ്ടേ എനിക്കൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഐ സ്റ്റിൽ ഡു ദാറ്റ്. ഇപ്പൊ നിങ്ങൾ പറയുന്നത് പോലെ ഈ പവർ ഗ്രൂപ്പ് അല്ലല്ലോ. ഓരോ സിനിമയില് ഓരോ കാര്യങ്ങള് ഒരു സിനിമയിൽ ചിലപ്പോ പ്രൊഡ്യൂസർ ആയിരിക്കും എല്ലാം മിസ്റ്റേക്ക് എന്നിട്ടാവുക, ഒരു സിനിമയിൽ ഡയറക്ടർ ആയിരിക്കും മോസ്റ്റ് പവർഫുൾ. ഏതാണോ ഓരോ അതാണ് പറയുന്നത്, ഓരോ പ്രോജക്റ്റിലും ഒരാൾ പവർഫുൾ ആയിട്ടുണ്ടാവില്ല, ഒരു ക്യാപ്റ്റൻ ഉണ്ടാവുമല്ലോ, ഒരു ഹെഡ് ഉണ്ടാവുമല്ലോ, അവരായിരിക്കും മിസ്റ്റേക്ക്. അപ്പൊ ഈ ഗ്രൂപ്പ് എന്നുള്ളതല്ല, ആ ഇൻഡിവിജ്വൽ പറയുന്നത് പോലെ ബാക്കിയുള്ളവർക്ക് ചിലപ്പം ചിലര് ചെയ്യില്ല, ചിലര് അതിന് താഴെയുള്ളവർ ചിലര് ചെയ്യും. ജനറൽ സെക്രട്ടറി പോസ്റ്റിന് പോലും, കാരണം ഒരു അലിഗേഷൻ ഉള്ള വ്യക്തി ആ അലിഗേഷൻ തീർത്തിട്ട് വേണമായിരുന്നു ഇങ്ങനെ ഇത്രയും ഇമ്പോർട്ടന്റ് പോസ്റ്റില് ഇലക്ഷന് നിൽക്കാൻ തന്നെ. അതെന്തുകൊണ്ട് അവിടെ സ്റ്റോപ്പ് ആയില്ല എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ മനസ്സിലത് വിചാരിച്ചിരുന്നു. ഈ അലിഗേഷൻ ഉണ്ടല്ലോ, 2019 or 2018 അലിഗേഷൻ വന്നത്. പിന്നെ അപ്പൊ അത് റിസോൾവ് ആയില്ല. അപ്പൊ ഹൗ ക്യാൻ എ പേഴ്സൺ ഈ ഹൂ ഫേസസ് സച്ച് ഇതായിട്ടുള്ള ഡ്രാസ്റ്റിക് അലിഗേഷൻ എങ്ങനെ ഈ ഒരു പോസ്റ്റിൽ നിൽക്കും എന്നുള്ള ഒരു ഇത്. അപ്പൊ അതൊക്കെ ആരാണ് ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവുക? അവരോട് ചോദിക്കണം, നോട്ട് മീ. കാരണം ഐ എം ജസ്റ്റ് അണ്ടർഡോഗ് ഇൻ ANMA. നടി ഗീതാ വിജയൻ നേരത്തെ ന്യൂസ് 18 സംസാരിച്ചിരുന്നു. ആ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. വീണ, ഇതിൽ ഈ 1991 ഒരു കാര്യം അവർ പറയുന്നുണ്ടായിരുന്നു. അന്ന് ചാഞ്ചാട്ടം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് സംവിധായകൻ വന്ന് പലതവണ വാതിലിൽ മുട്ടുന്നു, പല ദിവസം ആവർത്തിക്കുന്നു. അവസാനം അവർ പൊട്ടിത്തെറിച്ചതോടുകൂടി, ശക്തമായി തന്നെ പ്രതികരിച്ചതോടുകൂടി അത് നിർത്തുകയായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം തൊട്ട് തുളസീദാസ് എന്ന സംവിധായകൻ്റെ പേരാണ് അവർ പറഞ്ഞത്. അവിടെ പിന്നീട് ആ സംവിധായകൻ ഇവരെ മൈൻഡ് ചെയ്യുന്നതേ ഉണ്ടായിരുന്നില്ല. ഷോട്ടുകൾ പറഞ്ഞു കൊടുക്കുകയില്ല, സീനുകൾ പറഞ്ഞു കൊടുക്കുകയില്ല, വെറുതെ അവരെ റൂമിലിരുത്തുന്നു. അവർ കൊടുത്തിരിക്കുന്ന ഡേറ്റുകളിൽ അവിടെ ഷൂട്ടിംഗ് നടത്തുന്നില്ല. ഇങ്ങനെ ഒരുപാട് അവർ സഫർ ചെയ്തു. പക്ഷേ അവർ ശക്തമായിട്ട് പ്രതികരിച്ചിരുന്നു ഓരോ സെറ്റുകളിലും എന്നാണ് പറയുന്നത്. പക്ഷെ പലർക്കും അത് സാധിക്കാറില്ലല്ലോ. ഇപ്പോൾ നേരത്തെ സംസാരിച്ച മിനു ശക്തമായിട്ട് പ്രതികരിച്ചിരുന്നു. ഇതേ സംവിധായകനെ കുറിച്ചാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവൻ ചാണ്ടിയുടെ മകൻ എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിൽ സമാനമായ അനുഭവം ഉണ്ടായതായി നടി ശ്രീദേവിക അമ്മയ്ക്ക് പരാതി കൊടുത്തതായിട്ടെന്ന വാർത്തയിൽ ശ്രദ്ധിക്കാനിടയായി. അപ്പോ
ഇവരെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാബിച്വൽ ഒഫൻഡേഴ്സ് ആണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇവർക്ക് ഇത് ചെയ്യാന്നുള്ളത് ഒരു മാറ്റർ ഓഫ് റൈറ്റ് പോലെയാണ് പലരും എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീ പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് ഒരു സ്ത്രീയല്ലേ, അടുത്ത സ്ത്രീയെ ഒന്ന് മുട്ടി നോക്കാം, നടക്കുകയാണെങ്കിൽ നടക്കട്ടെ, നടന്നാൽ ലാഭമെന്ന് വിചാരിക്കുന്ന പുരുഷന്മാരുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇത്തരം പെർപെട്രേറ്റേഴ്സിനെ കൃത്യമായിട്ട് ബുക്ക് ചെയ്യുക. അത് ഇവിടെ സൂചിപ്പിച്ചല്ലോ, 91 നടന്നതായാലും 89 നടന്നതായാലും ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ട്രോമയുണ്ട് അവിടെ. രാത്രി 3 മണിക്ക് ഒരാൾ കിടന്നിറങ്ങുന്ന ബെഡ്റൂമിൽ വന്ന് കതകിൽ നിർത്താതെ മുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാത്തൊരു സ്ഥലമായിരിക്കും. അവിടെ ഉണ്ടാകുന്ന ഒരു അരക്ഷിതാവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. ചിലപ്പോൾ അമ്മയും മകളുമായിട്ടായിരിക്കും സിനിമയ്ക്ക് അഭിനയിക്കാൻ പോകുന്നത്. അവർ കടന്നു പോകുന്നൊരു മാനസികാവസ്ഥ, ഒരു മെന്റൽ ട്രോമ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ഈ ഗീതാ വിജയൻ പറഞ്ഞു, അവിടെ എന്താണ് അറ്റ് സ്റ്റേക്ക് ആയിട്ടുള്ളത്? കരിയർ, കൂടുതൽ കിട്ടേണ്ട മികച്ച ഓപ്പർച്യൂണിറ്റീസ്, നല്ല അവസരങ്ങൾ എല്ലാം അറ്റ് സ്റ്റേക്ക് ആണ്. അതുപോലെ ശ്രീമതി മിനു സംസാരിച്ചു, അവർ ഇവിടെ സ്ഥലമേ ഉപേക്ഷിച്ച് ചെന്നൈ പോയി എന്നാണ് ആ സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ ശ്രീലേഖ മിത്ര, അവർ മലയാളത്തിൽ പിന്നെ അഭിനയിച്ചിട്ടേ ഇല്ല. അപ്പൊ ഇതില് ഒന്ന് ആലോചിച്ച് നോക്കുക, ഒന്നുകിൽ സിനിമ പോയാലും വേണ്ടില്ല, ഈ സിനിമയിൽ നിന്ന് കിട്ടുന്ന പൈസ ഇല്ലെങ്കിലും ഞാൻ ജീവിക്കാൻ പറ്റുന്ന ആത്മവിശ്വാസമുള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ അതൊരു ബ്രെഡ് ആൻഡ് ബട്ടർ ആയിട്ട് തന്നെ കൊണ്ടു നടക്കണം എന്നുള്ള സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഇല്ലാത്ത സ്ത്രീകൾക്ക് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായ കുടുംബ പിന്തുണയുള്ള സ്ത്രീകൾക്ക് അത്തരമൊരു തീരുമാനമെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ സിനിമയെ വേണ്ട, ഈ ഇൻഡസ്ട്രിയെ വേണ്ട എന്ന് പറഞ്ഞ് കളഞ്ഞു പോയിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള കുറേയധികം പെൺകുട്ടികളുണ്ട്. ചിലരൊക്കെ ഇന്ന് പല മാധ്യമങ്ങളിലും അങ്ങനെ പറയുന്നുണ്ട്, ഞാൻ സിനിമയെ ഉപേക്ഷിച്ചു പോയി എന്നുള്ളത്. എത്ര പേർക്ക് അതിന് സാധിക്കും? ശരിയാണ് വീണ. എന്തായാലും ഇന്ന് സംസാരിച്ച മിനു ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നുണ്ട് അവർ പോലീസിൽ പരാതി നൽകുമെന്ന്. അത് മുകേഷിനെതിരെയും മണിയമ്പിള്ള രാജുവിനെതിരെയും ഇടവേള ബാബുവിനെതിരെയും ജയസൂര്യക്കെതിരെയും പരാതി നൽകുമെന്നുള്ള കാര്യം മിനു മുനീർ പറയുകയുണ്ടായി. അല്പസമയം മുമ്പാണ് അവർ ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തുകൊണ്ട് ഈ വിവരങ്ങൾ പറഞ്ഞത്. പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘവുമായി അവർ ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു. ഇതിനകം തന്നെ പോലീസ് അവരുമായി സംസാരിച്ചിരുന്നു. അവർ ഉടൻ തന്നെ മൊഴി നൽകും എന്നാണ്, പരാതി നൽകും എന്നുള്ള കാര്യവും അവർ പറയുകയുണ്ടായി. നന്ദി ശ്രീമതി വീണ, അതുപോലെ തന്നെ മിനു, അഡ്വക്കേറ്റ് BN ഹസ്കർ, സജി നന്ദ്യാട്, രാഹുൽ ഈശ്വർ പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തതിന്. നടിമാരുടെ വെളിപ്പെടുത്തൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം മതിയാകുമോ എന്ന ചോദ്യമാണ് പ്രൈം ഡിബേറ്റ് ഉന്നയിച്ചത്. മതിയാകുമെന്ന് 18% പ്രേക്ഷകർ മാത്രം, മതിയാകില്ല എന്ന് 76%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.